أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ജംഇലെ പണ്ഡിതന്മാരെ, നമ്മുടെ 49ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുർസലാണ്. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അൽ മുർസലു, മുർസൽ എന്ന് പറഞ്ഞാൽ മുർസലായ ഹദീസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താണത്? ഖൗലു ഗൈരി സ്വഹാബിയി, സ്വഹാബി അല്ലാത്ത ഒരാളുടെ വാക്കിനെ കൊണ്ടാണ് മുർസൽ എന്ന് പറയുക. സ്വഹാബി അല്ലാത്ത ഒരാള് താബിഈൻ കാന, അയാൾ താബി ആയാലും വേണ്ടില്ല, ഔ മൻ ബഅദഹു, അല്ലെങ്കിൽ താബിഈന് ശേഷമുള്ള താബി ആയാലും വേണ്ടില്ല. സ്വഹാബിയുടെ വാക്കല്ല, മുർസലാണ്. ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബി അല്ലാത്ത ഒരാൾ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന്. കഥ ഇന്നാലിന്നതൊക്കെ പറഞ്ഞു. മുസ്ഖിത്തൽ വാസിതത ബൈനഹു വ ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റാവിയുടെയും നബിയുടെയും ഇടയിലൊരു വാസിത്തയുണ്ട്. ആ വാസിത്തയെ കളഞ്ഞും കൊണ്ട് കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക, അങ്ങനെ പറയുക. ഹാദ ഇസ്തിലാഹുൽ ഉസൂലിയീന, ഇത് ഉസൂലികളുടെ ഇസ്തിലാഹാണ്. ഉസൂലികൾ പറഞ്ഞത് എന്താ? നബിയുടെയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുടെയും ഇടയിലൊരു വാസിത്തുണ്ട്. ആ ആളെ കളഞ്ഞിട്ട് പറയാ. അപ്പോ ഇടയിലുള്ള സ്വഹാബി ആയിരിക്കാം, അയാൾക്ക് പറഞ്ഞു കൊടുത്ത ഒരാളുണ്ടാവും, അവരൊക്കെ കളഞ്ഞിട്ട് കാലൻ നബിയോ എന്ന് കളഞ്ഞതിന്റെ ശേഷം പറയും റാവി പറയാ. ഇത് ഉസൂലിയുടെ ഇസ്തിലാഹിൽ പറയുന്ന ഒന്നാണ്. അമ്മ ഇസ്തിലാഹുൽ മുഹദ്ദിസീന, ഹദീസിന്റെ പണ്ഡിതന്മാരുടെ ഇസ്തിലാഹ് അനുസരിച്ച് എന്ത് പറയും? ഫഹുവ മുർസൽ എന്ന് പറഞ്ഞാൽ ഖൗലു താബിഈ, താബിഈന്റെ ഖൗല് എന്നേ പറയൂ. താബിഈയുടെ ഖൗലാണോ മുർസൽ എന്ന് പറയും. ഇങ്ങനെയാണ് മുഹദ്ദിസിയുടെ ഇസ്തിലാഹ് ഉള്ളത്. ഖാലൽ മുസന്നിഫു, മുസന്നിഫ് പറഞ്ഞു, ഫഇൻ കാനൽ ഖൗലു, ഇനി ഖൗല് ആയാൽ മിൻ താബിഇ താബിഈന, താബിഈന്റെ താബി, അതായത് സ്വഹാബത്തിനെ പിൻപറ്റിയ താബിഇ, ആ താബിഈനെ പിൻപറ്റിയ മറ്റൊരു താബിഇ, ആ താബിഇൽ നിന്നാണ് ഖൗല് എങ്കിൽ ഫമുൻഖതിഉൻ, ഈ ഹദീസിന് മുൻഖതിയായ ഹദീസ് എന്ന് പറയാ. അല്ലെങ്കിൽ ഔ മിമ്മൻ ബഅദഹും, താബിഇന്റെ താബിഇ, അതിനുശേഷമുള്ള ആള് പറഞ്ഞതാണെങ്കിൽ ഫമുഅല്ലലുൻ, മുഅല്ലൽ എന്നാണ് ആ ഹദീസിന്റെ പേര്. മുഅല്ലിൽ എന്ന് വായിക്കരുത്, മുഅല്ലൽ എന്ന് തന്നെ വായിക്കണം. ബി ഫത്ഹിൽ ലാദി, ലാദിന് ഫത്ത് കൊടുത്തിട്ട് ലബ്ത്ത് വെളിവാക്കി മുഅല്ലൽ. വഹുവ, ഈ മുഅല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ സഖത മിൻഹു റാവിയാനി, മുഅല്ലലായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 2 റാവികളോ ഫഅക്സറു, അതിലേക്കാൾ കൂടുതൽ റാവികളോ 3 or 4 ഒക്കെ പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളതാണ് മുഅല്ലൽ. വൽ മുൻഖതിഉ, മുൻഖതിഉ എന്ന് പറഞ്ഞാലോ മാ സഖത മിൻഹു റാവിൻ ഫഅക്സറു, ഒരു റാവിയോ അതിൽ കൂടുതലോ പോയതാണ് മുൻഖതിഉ. അപ്പോ മുർസല്, മുൻഖതിഉ, മുഅല്ലല്, ഇങ്ങനെ നമ്മൾ പറഞ്ഞു. അതിന് മുർസലിനെ പറ്റി പറയുന്ന 2 ഇസ്തിലാഹാണ്. ഉസൂലിയുടെ ഇസ്തിലാഹ് പ്രകാരം പറഞ്ഞത് സ്വഹാബി അല്ലാത്ത ഒരാള് പറയുക, ആ റാവിയുടെയും നബിയുടെയും ഇടയിലുള്ള വാസിത്ത് എന്തോ അതൊക്കെ കളഞ്ഞിട്ട് പറയാം. മുഹദ്ദിസിയുടെ ഇസ്തിലാഹിൽ മുർസൽ എന്ന് പറഞ്ഞാൽ താബിയുടെ വാക്ക് എന്നതാണ്. താബി പറയുന്നു ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അങ്ങനെ താബി പറയുകയാണ് എങ്കിൽ അതെന്താവും? മുർസലാവും. പിന്നെ മുൻഖതി എന്ന് പറഞ്ഞാല് 2ൽ കൂടുതൽ റാവികൾ പോയത്. മുഅല്ലൽ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ റാവികൾ പോയത്. മുൻഖതി എന്ന് പറഞ്ഞാൽ ഒരു റാവിയോ അതിൽ കൂടുതൽ റാവികളോ പോയത്.
ഇനി മുൻഖത്തിഇന് താരീഫ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആരാതാളറിയോ? അറബോൽ ഇറാഖിയു, ഇറാഖിക്കാരൻ ഒരു താരീഫ് പറഞ്ഞിട്ടുണ്ട് മുൻഖത്തിഇന്. എന്തുകൊണ്ട്? ബിമാ സഖത മിൻഹു വാഹിദുൻ ഗൈറു സ്വഹാബിയി, സ്വഹാബി അല്ലാത്ത മറ്റൊരാൾ പോയത് എന്നാണ്. സ്വഹാബി അതിലുണ്ട്, സ്വഹാബി അല്ലാത്ത ഒരാൾ പോയത്. അപ്പൊ സ്വഹാബി അല്ലാത്ത ഒരാൾ പോയാൽ അതാണ് മുൻകത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ മൂപ്പര് താരീഫ് കൊടുത്തത് ചോദിച്ചാല്, ലിയംഫരിദ, ഈ മുൻകത്തി തനിച്ചു നിൽക്കണം, അനിൽ മുഅല്ലൽ, മുഅല്ലലിനെ തൊട്ടും വൽ മുർസൽ, മുർസലിനെ തൊട്ടും. കാരണം മുഅല്ലലിലും റാവി പോകുന്നുണ്ട്, മുർസലിലും പോകുന്നുണ്ടല്ലോ ആളുകള്, മുൻകത്തിയിലും പോകുന്നുണ്ട്. അപ്പോ ഇത് രണ്ടിനെ തൊട്ടും ഒന്ന് വ്യത്യാസപ്പെട്ട് തനിച്ചു നിൽക്കണമെങ്കിൽ മുൻകത്തിന് എന്ത് താരീഫ് കൊടുക്കുക? സ്വഹാബി അല്ലാത്ത ഒരാൾ പോയത് എന്ന് വെക്കുക. ഇങ്ങനെ വെച്ചാൽ മുൻകത്തി തനിച്ചു കിട്ടും. അതാണ് ഇറാഖിക്കാരന്റെ താരീഫ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ മുർസലായ ഹദീസ് ലക്ഷ്യത്തിന് പറ്റോ ഇല്ലേ എന്നാ. വഹ്തജ്ജ ബിഹി അബൂ ഹനീഫ മാലിക് അഹ്മദ് റളിയല്ലാഹു അൻഹും, ഇവരെല്ലാവരും പറയുന്നു മുർസലായ ഹദീസ് ലക്ഷ്യത്തിന് പറ്റും, ലക്ഷ്യം പിടിച്ചിട്ടുണ്ടവർ. അഹ്മദ് റളിയല്ലാഹു അൻഹു ഫി അശ്ഹരി റിവായത്തേനി അൻഹു, ബഹുമാനപ്പെട്ടവരും തൊട്ട് 2 റിപ്പോർട്ടുണ്ട്. ആ 2 റിപ്പോർട്ടിൽ മശഹൂറായ റിപ്പോർട്ട് പ്രകാരം മഹാനവരുടെ അഭിപ്രായം മുർസലായ ഹദീസ് ഹുജ്ജത്തിന് പറ്റും എന്നുള്ളതാ. അവരുടെ കൂടെ ആരുണ്ട്? വൽ ആമിദിയു, ആമിദി ഇമാമും ഉണ്ട്. ഇതൊക്കെ ലക്ഷ്യത്തിന് പറ്റും എന്നൊരു നിബന്ധനയൊന്നുമില്ല. മുത്ലഖൻ, നിരുപാധികം പറ്റും എന്നാ. ബാക്കിൽ കുറെ കൈതുകൾ കൊടുത്തിട്ടുണ്ട്, നിബന്ധനകൾ. ആ നിബന്ധന നമ്മുടെ വാദകല്ല എന്നർത്ഥം. ഖാലു, ഇവര് പറയുന്നു മുർസലായ ഹദീസ് ഹുജ്ജത്തിന് പറ്റുമെന്ന് പറഞ്ഞല്ലോ. എന്താ ന്യായം? അതിനുള്ള കാരണം അവർ പറയുന്നു ലി അന്നൽ അദില, കാരണം നീതിമാനായ ഒരാൾ ലാ യുസ്ഖിത്തുൽ വാസിതത ബൈനഹു വ ബൈനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നീതിമാനായ ആളുടെയും നബിയുടെയും ഇടയിൽ ഒരു വാസിത്തയുണ്ട്. ആ വാസിത്തയെ ഒഴിവാക്കൂല ഈ നീതിമാൻ. ഇല്ലാ വഹുവ അദ്ലുൻ ഇൻദഹു, ആ വാസിത്ത ഇദ്ദേഹത്തിന്റെ അടുക്കൽ നീതിമാനാണ്. ആ നീതിമാനായത് കൊണ്ട് മാത്രമാണ് ഈ നീതിമാനായ റാവി അയാളെ കളയുന്നത്, അല്ലെങ്കിൽ കളയൂല എന്നതാ. ഓ ഇല്ല, അങ്ങനെ അല്ല എന്ന് വെക്കുക. നീതിമാനല്ല എങ്കിൽ കാനദാലിക, എന്നാ പിന്നെ ആ കളയല് തൽബീസൻ ഖാദിഹം വീഹി, അതിലുള്ള ആ വാസിത്തയിലുള്ള ആ റാവി വാസിത്തിയായ ആളിലുള്ള ഒരു മോശമുണ്ട്. ആ മോശത്തിനെ തെൽബീസാക്കി സ്വീപ്പാക്കി എന്നല്ലേ പറയാൻ പറ്റൂ? അതല്ലല്ലോ ഇവിടെ ഉള്ളത്, സ്വീപ്പാക്കലല്ലല്ലോ ഉള്ളത്. ആ ആളെ കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ നീതിമാനാണ് ഈ റിപ്പോർട്ട് ചെയ്ത നീതിമാന്റെ അടുക്കൽ, അതുകൊണ്ടാണ് കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹദീസ് മുർസലാണെങ്കിലും ലക്ഷ്യത്തിന് പറ്റും എന്ന് പറയാൻ കാരണം അതാണ്. വഖൗമുൻ, എന്നാൽ മുത്ലഖെന്നല്ലേ കൊടുത്തത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഹുജ്ജത്തിന് പറ്റും, നമുക്ക് ലക്ഷ്യമാക്കാം, പക്ഷേ നിബന്ധനയുണ്ട്. മുത്ലഖെന്നൽക്കല്ല, ഇൻകാനൽ മുർസിലു, ഈ ഹദീസിനെ മുർസിലാക്കുന്ന ആള്, അതായത് റാവിയെ കളയാണല്ലോ, അപ്പൊ മുർസിലാക്കുകയാണല്ലോ. ഈ മുർസിൽ ആണെങ്കിൽ മിൻ അഇമ്മത്തിൻ നഖ്ലി, ഹദീസിനെ ഉദ്ധരിക്കാൻ പറ്റുന്ന ഇമാമിയുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ ഹദീസിനെ മുർസിലാക്കുന്നത് എങ്കിൽ, ആരെപ്പോലെ സഈദ് ഇബ്നുൽ മുസയ്യബ് വശഇബി, ഇവരെ പോലെ, ഇവരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇമാമികളാ. ഇതുപോലെയുള്ള ഇമാമിൽപ്പെട്ട ഒരാളാണ് മുർസിൽ എങ്കിൽ നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാ. ബിഖിലാഫി മൻ, ഒരാൾക്ക് എതിര് ലം യകും മിൻഹും, ആ മുർസിൽ ഈ പറയുന്ന ഇമാമികളുടെ കൂട്ടത്തിൽ പെട്ട ആളായിട്ടില്ല, അതുകൊണ്ട് പറ്റൂല. പെട്ട ആളാണെങ്കിലേ പറ്റൂ. ഫഖദ് യളുന്നു, ചിലപ്പോൾ ഈ മുർസിലായ ആള് കരുതും, മൻ ഒരുത്തരെ ലൈസബി അതിൽ, അത് നീതിമാനല്ലോ, നീതിമാൻ അല്ലാത്ത ഒരാളെ അതിലൻ നീതിമാനാണെന്ന് കരുതൂലേ. അങ്ങനെ കരുതിയിട്ട് വിചാരിച്ചിട്ട് ഫയുസ്തിതുഹു, ഇയാൾ കളയും, ഈ മുർസിലായ ആൾ കളയും. ലിവന്നിഹി,
ഈ മുർസിലിന് വിചാരം എന്താ? അയാൾ നീതിമാനാണ് എന്നുള്ളത് തന്നെ. ആ ലന്ന് വെച്ചുകൊണ്ടായിരിക്കും ഇയാൾ ഈ കളയുന്നത്. അപ്പൊ അത് പറ്റൂല. അങ്ങനത്തെ ആളാകുമ്പോ ഈ പറഞ്ഞ ഇമാമികൾ പെടാത്ത ആളായി മുർസിലെങ്കിൽ നമുക്കത് വേണ്ട. ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുന്ന ഇമാമിയുടെ കൂട്ടത്തിൽപ്പെട്ട മുർസിലാണെങ്കിൽ അയാളുടെ മുർസൽ ആ ഹദീസ് നമ്മൾ ലക്ഷ്യത്തിലെടുക്കും എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ആവട്ടെ സുമ്മ ഹുവ. പിന്നെ നമുക്ക് ഈ മുർസലിന് ലക്ഷ്യത്തിന് പറ്റുമെങ്കിലും അതുകൊണ്ടുള്ള ആ ലക്ഷ്യം എന്താണ് നിലപാടെന്നറിയണ്ടേ. സുമ്മ ഹുവ, പിന്നെ ഈ മുർസലായ ഹദീസ് അൽ ഇഹ്തിജാജി ബിഹി, അതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റും എന്നല്ലേ പറഞ്ഞത്. അതനുസരിച്ച് ഈ മുർസലായ ഹദീസ് അൽഅഫു ഏറ്റവും ദുർബലമാണ്. എന്തിനേക്കാൾ? മിനൽ മുസ്നദി, മുസ്നദായ ഹദീസിനേക്കാൾ. മുസ്നദ് എന്ന് പറഞ്ഞാൽ അയ്യല്ലദീ, ഒന്ന് ഇത്തസല സനദുഹു, അതിന്റെ സനദ് അങ്ങേയറ്റം ചേർന്ന് പോയിട്ടുണ്ട്, ഒന്നും മുറിഞ്ഞിട്ടില്ല, മുറിയാതെ ചേർന്ന് പോയത്. വലം യസ്ബുത്ത് മിൻഹു അഹദുൻ, ആ സനദിൽ നിന്നും ഒരാളും കൊഴിഞ്ഞു പോയിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു മുസ്നദായ ഹദീസ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ലൈഫാണ് ഈ മുർസലായ ഹദീസ്. അതിന് റാവി കൊഴിഞ്ഞു പോയില്ലേ, സനദ് മുറിഞ്ഞല്ലോ. അതുകൊണ്ട് എങ്കിൽ ഇവിടെ ലൈഫാണെന്ന് പറഞ്ഞു തന്നെ അഭിപ്രായമുള്ളവരുണ്ട്. ഖിലാഫൻ ലി ഖൗമിൻ, ഒരു വറ്റം പണ്ഡിതന്മാർക്ക് എതിരാണ് നമ്മൾ ഈ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ലൈഫാണ്, ഏറ്റവും വലിയ ലൈഫാന്നല്ല, അല്ലാന്ന് അവർ പറഞ്ഞത്. ഫീ ഖൗലിഹിം, അവരുടെ വാക്കിൽ അവർ പറഞ്ഞു ഇന്നഹു, നിശ്ചയമായിട്ടും ഈ മുർസലായ ഹദീസ് അഖ്വ, അതാണ് ഏറ്റവും ശക്തിയുള്ളത്. അതാബ് നിങ്ങൾ പറയില്ലേ, അത് അഖ്വയാണ്. എന്തിനേക്കാൾ? മിനൽ മുസ്നദി, മുസ്നദായ ഹദീസിനേക്കാൾ അഖ്വയാണതേ. പിന്നെ നിങ്ങൾ അല്ലാഫാന്ന് തള്ളല്ലേ, അതിന് ഞങ്ങൾക്ക് ന്യായമുണ്ട് പറയാം. ഖാലു, അവര് പറയുന്നു ലി അന്നൽ അദ്ല, കാരണം നീതിമാനായ ഒരാൾ ലാ യുസ്ഖിതു, അയാൾ ഒരാളെ കളയൂല, ഇല്ലാമൻ, ഒരുത്തനെ അല്ലാതെ കളയൂല. എങ്ങനത്തെ ഒരുത്തൻ? യജ്സിമു ബി അദാലത്തിഹി, ആ കളയപ്പെടുന്ന ആ റാവി നീതിമാനാണെന്നതുകൊണ്ട് ഈ കളയുന്ന നീതിമാൻ ഉറപ്പിച്ചു, ആ നിലക്കാണ് അയാളെ കളയുന്നത്. അങ്ങനെ വരുമ്പോൾ അക്ബല്ലേ വരിക, പിന്നെ ഇങ്ങനെ ലൂഫാവുക. ബി ഖിലാഫി മൻ, ഒരുത്തന് എതിരായിട്ട് യദ്കുറുഹു, അയാൾ ആ റാവിയെ പറയും. എന്നിട്ടോ ഫയുഹീറുൽ അംറ ഫീഹി, ആ റാവിയിലുള്ള വല്ല കാര്യവുമുണ്ടെങ്കിൽ ആ കാര്യം അലാ ഗൈരി, മറ്റൊരാളുടെ മേലിൽ കൊണ്ടുപോയിട്ട് എന്താക്കും? കുറ്റിയാനും. ഇങ്ങനെയാണ് ഒരാൾ പറയുക. ഒരാളെ പറഞ്ഞു ഇയാള്, ഈ റാവി മറ്റാൾ പറഞ്ഞു നിൽക്കുക. ആ മറ്റാളെ പറയുമ്പോൾ ആ റാവിയിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ കാര്യത്തിന് എവിടെ കൊണ്ടുവരും? വേറെ ആളെ കൊണ്ടുപോയി ചാർത്തും. ഇങ്ങനെ കൊണ്ട് ചാർത്തി പറയുന്ന ആളുണ്ടെങ്കിൽ അയാൾക്ക് എതിര് അയാൾ സ്വീകരിക്കൂല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മുർസലായ ഹദീസിൽ നിന്ന് ഒരാളെ കളഞ്ഞു, ആ കളയപ്പെട്ട ആൾ നീതിമാനാണ്, കളഞ്ഞ ആളെടുത്തൻ. അപ്പൊ രണ്ടാൾ നീതിമാന്മാരല്ലേ. അപ്പൊ അതുകൊണ്ട് അഖ്വയാണ് വരിക, അൽഅഫാണ് നിങ്ങൾ പറയല്ലേ എന്നാണ് ഇതിനെതിരായി അവർ പറഞ്ഞത്. ആ ചർച്ച ഒരു പറഞ്ഞെങ്കിൽ അതിനൊറ്റ മറുപടി കൊടുക്കാനുള്ളൂ. നിങ്ങൾ ആ പറഞ്ഞ കാര്യം അസംഭവ്യമാണ്, അത് നടക്കൂല, അങ്ങനെ പരിപാടി ഇല്ലെന്നെ, അത് ആണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നീതിമാൻ മറ്റൊരു നീതിമാനെ കൊണ്ട് ഉറപ്പിച്ചിട്ടല്ലാതെ കളയില്ല എന്ന് പറഞ്ഞത് ഇല്ലട്ടോ. അതിന്റെ മറുപടി അവിടെ കഴിഞ്ഞു. അങ്ങനെ ആ കൗമിനെ എതിര് വന്നെങ്കിൽ അവർ നിരത്തിയ തെളിവിനൊരൊറ്റ മറുപടിയുള്ളൂ, അത് ആണ്, അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത്. ഇനി നമുക്ക് ചർച്ച മറ്റൊരു ചർച്ചയാണ്. എന്താ ചർച്ച നോക്കുക? സഹീഹു, ഇങ്ങനെയൊക്കെയാണ് മുർസലായ ഹദീസ് കൊണ്ട് അയിമ്മത്തുകൾ പിടിക്കുന്നു പിടിക്കാതിരിക്കുന്നു, മുത്തലഖ് നിലക്ക് മുഖയ്യന നിലക്ക്. എങ്കിൽ സഹീഹായ അഭിപ്രായം എന്താ അതിൽ വരിക? റദ്ദുഹു, അത് വേണ്ട, മുർസലായ ഹദീസ് ലക്ഷ്യത്തിനെടുക്കൂല, അത് തട്ടിവിടും എന്നുള്ളതാണ് സഹീഹായ അഭിപ്രായം. വഅലൈഹി, അത് വേണ്ട, അത് റദ്ദ് ചെയ്യും എന്ന് പറഞ്ഞ അഭിപ്രായത്തിന്റെ പേരിലാണ് അൽ അക്സറു, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുള്ളത്. ഇവിടെ ഇപ്പൊ അബു ഹനീഫ ഇമാമ്, മാലിക് റളിയല്ലാഹു അൻഹും ആമദി ഇമാമുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട്. എന്നാ അവരെക്കായും ഒരുപാട് പണ്ഡിതന്മാർ ഇത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ട്, ഉജ്ജത്തിന് പറ്റൂല. മിൻഹും, ഈ അക്സറിൽ പെട്ടതാണ് അൽ ഇമാം ഷാഫിഈ, പ്രഗൽഭൻ
പ്രഗത്ഭന്മാരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മറ്റുള്ളവർ പ്രഗത്ഭന്മാർ എന്നല്ല കേട്ടോ, പ്രഗത്ഭന്മാർ എന്നല്ല, ഓര് മോശക്കാരാണ് എന്നല്ല പറയുന്നത്. പിന്നെന്താണ്, അവരും പ്രഗത്ഭന്മാരാണ്. ഇമാം ഷാഫിയും നല്ല അഗ്രഗണ്യനാണ്. ഇതൊക്കെ അഗ്രഗണ്യന്മാരായ ഇമാമികൾ. പക്ഷേ അവരെക്കാൾ കൂടുതൽ പണ്ഡിതന്മാര് വേണ്ട എന്ന് പറയുന്നതാണ്. ആ കൂടുതൽപ്പെട്ട ആളാണ് ആര്? നമ്മുടെ മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇനിയുമുണ്ട് ഒരു ഖാദി അബൂബക്കർ ബാഖില്ലാനി, മൂപ്പരും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്, അക്സറിൽപ്പെട്ട ആളാണ്. ഓലൊക്കെ അഭിപ്രായം എന്താണ്? മുർസലായ ഹദീസ് ഉജ്ജത്തിന് വേണ്ട എന്നുള്ളതാ. ഇനി ഖാല മുസ്ലിം, മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫീ സ്വദരി സ്വഹീഹി, ബഹുമാനപ്പെട്ടവരുടെ മുസ്ലിം എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥമുണ്ടല്ലോ, ആ സഹീഹിന്റെ തലക്ക തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് എന്ന്. വഅഹ്ലുൽ ഇൽമി ബിൽ അഖ്ബാരീന, ഖബറുകളെ കൊണ്ട് അറിയുന്ന ആള്, ഹദീസുകളെ കൊണ്ട് അറിയുന്ന ആൾ. അതിവിടെ പറഞ്ഞതിന് അങ്ങനെ വഅഹ്ലുൽ ഇൽമിൽ ബി അഖ്ബാരി എന്ന് പറഞ്ഞത് ലിൽ ജഹിലി, വിവരമില്ല, ബി അദാലത്തി സാഖിത്തി, ഇവിടെ പോയല്ലോ, കൊഴിഞ്ഞു പോയല്ലോ. ആ കൊഴിഞ്ഞു പോയ ആള് നീതി ഉള്ളവനാണെന്ന് അറിയൂല. അതറിയാത്തത് കൊണ്ടാണ് അഖ്ബാറിന് അറിയുന്നവർ എന്ന് പറയുന്നത്. അഖ്ബാർ കൊണ്ട് അറിയുന്നവർ നോക്കട്ടെ. ഈ സാഖിത്ത് വൈകാര സ്വഹാബിയൻ, അവിടെ വീട് പോയാള്, റാവി റിപ്പോർട്ടിൽ സരന്ന് പോയാള് സഹാബിയാണെങ്കിൽ പോലും അയാൾക്ക് നീതി ഉണ്ട് എന്നതുകൊണ്ട് ഇവിടെ വിവരമില്ല. എന്താ അങ്ങനെ പറയുന്നത്? ഇപ്പോ അതിൽ ഇഹ്തിമാലി അൻ യകൂന മിമ്മൻ ത്വറഅ ലഹു ഖാദിഹുൻ, ആദ്യം നീതിമാനാണെങ്കിലും പിന്നീട് നീതിക്ക് നിരക്കാത്ത മോശമായ വല്ലതും പുതുതായി ഉണ്ടായ കൂട്ടത്തിൽ പെട്ട ആളായിക്കൂടെ ആ സാഖിത്തായ ആള്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അഖ്ബാർ കൊണ്ട് വിവരമുള്ളവർ എന്നേ പറയാനുള്ളൂ. ഇതാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിന്റെ തലക്ക പറഞ്ഞത്. എന്താ പറയുന്നത്? ഫൈൻ കാരൽ മുർസിലൂൻ, അപ്പോൾ ഇർസാൽ, ശരി, മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു അഹ്ലുൽ ഇൽമി ബിൽ അഖ്ബാർ, അഖ്ബാർ കൊണ്ട് അറിയുന്ന അഹ്ലുൽ ഇൽമുകാരും ആ അക്സറിൽപ്പെട്ട ആൾ. അവിടേക്ക് അത്തഫാണ് ഇക്കാരം, അതാണ് അവിടേക്കുള്ള അത്തഫാണ്. അത് നമ്മൾ മനസ്സിലാക്കിയില്ല. ഷാഫി ഇമാമും ആ അക്സറിൽപ്പെട്ടതാണ്. ഖാദി അബൂബക്കർ ബാഖില്ലാനി എന്നിവരും ആ അക്സറിൽപ്പെട്ടതാണ്. പിന്നെ ഇടയ്ക്ക് ഖാല മുസ്ലിം എന്ന് പറഞ്ഞപ്പോഴാണ് അന്തം വിട്ടത്. മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു വഅഹ്ലുൽ ഇൽമി ബിൽ അഖ്ബാർ, അഖ്ബാർ കൊണ്ട് അറിയുന്ന പണ്ഡിതന്മാരും ആ അക്സറിൽപ്പെട്ടതാണ്. അവരൊക്കെ പറയുന്നത് എന്താണ്? മുർസലായ ഹദീസ് ഹുജ്ജത്തിന് പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ ശരിയായി. ഫൈൻകാരൽ മുർസിലു, ഇനി മുർസിലാക്കുന്ന ആള്, ഹദീസിനെ മുർസിലാക്കുന്ന ആള് ലാ യർവി, അയാൾ നിവേദനം ചെയ്യൂല, ഇല്ല അൻ അദിലിൻ, ഒരു നീതിമാനായ ആളെ തൊട്ട് ഇയാൾ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് എങ്കിൽ അതിപ്പോ എങ്ങനെ അറിയാ? അതിനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പതിവ്, അയാൾ മറ്റൊരാളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മനുഷ്യൻ എന്തായിരിക്കാം? നീതിയായിരിക്കാം. ആ നീതിയുള്ള ആളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പണിയാണ് ഇയാളെ പതിവ്. അങ്ങനെ അറിയപ്പെട്ടിട്ടുള്ളൂ. ഇങ്ങനെയാണ് എങ്കിൽ അതിനിപ്പോ ഉദാഹരണമായിട്ട് ആരെ കുറിച്ച് പറയാം നമുക്ക്? ഇബ്നുൽ മുസയ്യിബ്, ഇബ്നു മുസയ്യിബിനെ പോലെ വേറെ ഒരാളും കൂടി ഉണ്ട്. അബി സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ, ഈ രണ്ട് മഹാപണ്ഡിതന്മാര്, ഇവരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നീതിമാന്മാരായ ആളെ തൊട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യൂ. നോക്ക, ഈ രണ്ട് മഹാന്മാര് എർവിയാനി, ഇവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യാറ് അൻ അബി ഹുറൈറ, അബി ഹുറൈറ തങ്ങളെ തൊട്ടാണ്. അബു ഹുറൈറ തങ്ങൾ നീതിമാനല്ലേ? ഇങ്ങനെ വരികയാണ്. ഇങ്ങനത്തെ ആളുകളാണ് മുർസിലുകൾ. നീതിമാന്മാരായ ആളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് മുർസില് എങ്കിൽ, ഹദീസിനെ മുർസിലാക്കുന്നവരെങ്കിൽ ഖുബില മുർസലഹു, അയാളുടെ മുർസലായ ഹദീസിന് സ്വീകരിക്കപ്പെടും. എന്താ അങ്ങനെ സ്വീകരിക്കപ്പെടുന്നു പറയാൻ കാരണം?
അത് ഇന്തിഫായിൽ മഹദൂരി, അവിടെ പേടിക്കാനൊന്നുമില്ലല്ലോ. കാരണം അവിടെ പേടിക്കപ്പെടുന്ന ഒന്നുമില്ല. അതേ കാരണം ഈ മുർസിലാക്കുന്ന ആള് ഒരു നീതിമാനായ ഒരാളെ തൊട്ടേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ എല്ലാ നീതിമാന്മാരല്ലേ, പിന്നെ മുർസലായിക്കോട്ടെ, എന്താ പേടിക്കാൻ? അത് പേടിയേ ഇവിടെ അല്ല. വഹുബഹീന ഇതിൻ, അപ്പൊ പിന്നെ നീതിമാനായ ഒരാളെ തൊട്ടേ റിപ്പോർട്ട് ചെയ്യുവർ എന്ന് വെക്കുമ്പോ അത് മുർസലുമാണ് കളഞ്ഞാൽ എന്നാൽ സ്വീകരിക്കപ്പെടും എന്ന് വെക്കുക. അങ്ങനെ വരുമ്പോ വഹുവഹീന ഇതിൻ, ആ സമയത്ത് ഈ മുർസലായ ഹദീസ് മുസ്നദ എന്ന് പറയാം. മുസ്നദാണ്, മുസ്നദിന്റെ പോസ്റ്റിക്കെത്തി. എങ്ങനെ? ബാഹ്യമായിട്ടല്ല, ഹുക്മൻ നിലക്ക്. എന്താ ഹുക്മൻ നിലക്ക് മുസ്നദാണ്? എങ്ങനെയാ? ബാഹ്യ നിലക്ക് റായി പോയിട്ടുണ്ട്, ഇവിടെ മുസ്നദ് നിലക്ക് റായി പോയിട്ടുമില്ല. അതെങ്ങനെ മനസ്സിലാക്കുക നമ്മള്? അതിന് പണിയുണ്ട്. അതില് കാരണം ഇവിടെ ഒരു ആദില് ആയ ഒരാൾ കളഞ്ഞു, ഒരു അതില് കളഞ്ഞു. എന്തിന്? അന്ന ഇസ്കാത്തൽ അതില്, നിശ്ചയമായിട്ടൊരു നീതിമാനെ കളയുക. അപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആള് അയാൾ നേരെ മുമ്പുള്ള ആളെ കളഞ്ഞു. അയാൾ നല്ല നീതിയുള്ള ആളാ. ആ നീതിയുള്ള ആളപ്പോ ഇയാൾ കളഞ്ഞത്. ഈ കളയല് കദിക്രിഹി, അയാളെ നേരെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ? അപ്പൊ നമുക്ക് തഅ്വീൽ ചെയ്തിട്ട് ഇപ്പൊ എന്താക്കാം? ഭാഗ്യമായിട്ട് മുർസലായ ഹദീസ് ആണെങ്കിലും അത് ഹുക്മ നൽക്ക് മുസ്നദായില്ലേ? അപ്പൊ മുർസലത് പേര്, ഹുക്മ നൽക്ക് മുസ്നദും. മുസ്നദായ ഹദീസ് ഹുജ്ജത്തിന് പറ്റുമല്ലോ? പറ്റും. അത് തർക്കമല്ലല്ലോ? ഇല്ല. അപ്പൊ എന്നതുപോലെ ഈ മുർസല് സ്വീകരിക്കാം എന്നൊക്കെയാണ് കൊണ്ടുവരുന്നത്. വഇൻ അലദ മുർസല കിബാരി താബിഈന, ഈ നമുക്ക് ചർച്ച വേറെ രൂപത്തിലാണ്. മുർസലായ ഹദീസ് തന്നെയാണ്, പക്ഷേ അതിന് ശക്തി കിട്ടി, സഹായം കിട്ടുന്നുണ്ട്, അനുഭൂത. എങ്ങനെ പറയാം? വൈൻ അലദ മുർസല കിബാരി താബിഈന, താബിഈങ്ങളിലെ പ്രമുഖന്മാരായ ആളുകൾ, അവരുടെ മുർസലുകൾക്ക് സഹായം കിട്ടിയാൽ. പ്രമുഖന്മാരെന്ന് പറഞ്ഞാൽ ആരാണ് ഈ പ്രമുഖന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്? അവര് കൂടുതലും റിപ്പോർട്ട് ചെയ്യൽ സ്വഹാബാക്കളെ തൊട്ടാ, അതുകൊണ്ടാണ് അവർ പ്രമുഖന്മാരായത്. താബികളിലെ പ്രമുഖന്മാർ. അതിന് ഉദാഹരണം ആരെപ്പോലെയൊക്കെ? ഖൈസ് ബിൻ അബി ഹാസിം, അബി ഉസ്മാൻ നഹ്ദി, വാബി റജാൽ ഉത്താരിദ്, ഇതുപോലത്തെ ആൾക്കാരൊക്കെ. ഇവരൊക്കെ എന്താണ്? നല്ല കാര്യമായ ആളുകളാണ്. ഇങ്ങനെ അറിയപ്പെട്ടതായ ആളുകൾ, അത് പ്രമുഖന്മാരായ താബിയുകളാണ്. ഇവർക്കുള്ള മുർസലായ ഹദീസുകളുണ്ട്. അതിനെ സഹായിച്ചു ലഈഫുൻ, ഒരു ലഈഫായ ഹദീസ് വന്ന് അതിന് സഹായം കിട്ടിയാൽ എന്താ? എങ്ങനത്തെ ലഈഫ്? യുറജ്ജിഹു ഐ സാലിഹുലി തർജീഹി, റാജിഹാക്കാൻ പറ്റുന്ന ആൾ റാജിഹാക്കും. അങ്ങനത്തതായ ലഈഫായ ഒരു ഹദീസാണ് ഈ കിബാരി താബിഈന്റെ മുർസലായ ഹദീസിന് സഹായം നൽകിയതെങ്കിൽ. ലഈഫായ ഹദീസ് ഏതുപോലെ? ഖൗലി സ്വഹാബിയിൻ, സ്വഹാബിയായ ഒരാളുടെ വാക്ക് പോലെ, ഔ ഫഈലിഹി, അല്ലെങ്കിൽ സ്വഹാബിയുടെ പ്രവൃത്തി പോലെ, അല്ലെങ്കിൽ ഔ ഖൗലിൽ അക്സരി മിനൽ ഉലമാഇ ലൈസ ഫീഹിം സ്വഹാബിയുൻ, സ്വഹാബിയില്ലാത്ത പ്രമുഖന്മാരായ പണ്ഡിതന്മാർ, അവരിൽ നിന്നുള്ള അധിക ആളുടെ വാക്ക് പോലെ. അല്ലെങ്കിൽ ലഈഫ് ഇങ്ങനെ വരാം, ഔ ഇസ്നാദിൻ മിൻ മറാസിലിഹി ഔ ഗൈരിഹി, ആ കിബാറിന്റെ മുർസിലിഹി, ഈ ഹദീസിനെ മുർസിൽ ആക്കുന്ന ആളിൽ നിന്നുള്ള ഇസ്നാദ്, അല്ലെങ്കിൽ മുർസിൽ ആക്കാത്ത മറ്റൊരാളുടെ ഇസ്നാദ്, ഇതുപോലൊക്കെയാണ് ലഈഫ്. എങ്ങനെ? ബി അൻ യസ്തമില, ഈ ഇസ്നാദ് ചുറ്റി വരിക, അലാ ലഈഫിൻ, ലഈഫിന്റെ മേൽ ചുറ്റി വരിക. ഇങ്ങനെയാണ് അത് ഇസ്നാദ് ലഈഫിന് ഉദാഹരണമാവുക. ഇങ്ങനെയുള്ളതായ ഒരു ഇസ്നാദ് കൊണ്ട്, ഇസ്നാദ് പോലെ. അല്ലെങ്കിൽ ഔ ഇർസാലിൻ, അല്ലെങ്കിൽ ഇർസാല് പോലെ. ഏത് ഇർസാല്? ബി അൻ യുർസിലഹു ആഖറു, ഈ ഹദീസിനെ മറ്റൊരാള് മുർസലാക്കി വിട്ടു, അത് റാവിനെ കളഞ്ഞു. അപ്പോ ഇയാൾ എങ്ങനെ മറ്റൊരാള് ഈ ഹദീസിനെ ഇർസാലാക്കിയത്? ഇർവി
ഈ ആള് റിപ്പോർട്ട് ചെയ്യുന്നു അൻ ഗൈരി ശുയൂഖിൽ അവൽ, ഈ ഹദീസിന് ഇയാൾക്ക് ആദ്യത്തെ മശായിഖന്മാരുണ്ട്, അതിനൊക്കെ ഒഴിവാക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, വേറെ ശേഖന്മാരെ തൊട്ടാ റിപ്പോർട്ട്. അപ്പൊ ആദ്യത്തെ മശായിഖന്മാരെ കളഞ്ഞല്ലോ. ഇങ്ങനെയാണ് ഇർസാലാക്കുക. ഇങ്ങനെ മറ്റൊരാൾ ഇർസാലാക്കി. ഇത്തരം ഇർസാല് പോലെ അല്ലെങ്കിൽ ഔ ഖിയാസിൻ മഅനൻ, മഅനയിൽ ഖിയാസ് പോലെ, അല്ലെങ്കിൽ അവ ഇന്തിസാരിൽ ലഹു മിൻ ഗൈരി നക്കീർ, ആരും നിഷേധിക്കാതെ അതിന് വളരെയധികം ഇന്തിഷാർ, ഒരു വ്യാപകമായ ഒരു പ്രചാരം, ഇങ്ങനെ ആകും പോലെ. അല്ലെങ്കിൽ ഔ അമലി അഹിൽ അസ്രി അലാ വിഫ്ഖിഹി, ആ ഹദീസിന്റെ വിഫ്ഖ് അനുസരിച്ചുകൊണ്ട് അക്കാലഘട്ടത്തിലുള്ള ആളുകൾ അമൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ പാടെയാണ് ലൈഫ്. ഇത്തരം ലൈഫ് കൊണ്ട് മുർസലായ ഹദീസിന് സഹായം കിട്ടിയാൽ, അപ്പോ കിബാറു താബിഈന്റെ മുർസലായ ഹദീസാണ് ഇവിടെ. അതിന് ഒരു സഹായം കിട്ടി, സ്വഹാബിയായ അവരുടെ വാക്ക് കിട്ടി, അല്ലെങ്കിൽ അതിനാസ്പദപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വഹാബിയുടെ പ്രവൃത്തി കിട്ടി, അല്ലെങ്കിൽ സ്വഹാബാക്കളൊന്നുമില്ല, പണ്ഡിതന്മാർ മാത്രമേ ഉള്ളൂ, അധിക പണ്ഡിതന്മാരുടെ വാക്കും അതിന് സഹായമായി. അല്ലെങ്കിൽ ഈ ഹദീസിനെ മുർസിലാക്കുന്ന ആള് അല്ലാത്ത ആള് ഇസ്നാദാക്കി കൊണ്ടുവന്നു, അങ്ങനെ സഹായം കിട്ടി. അല്ലെങ്കിൽ മറ്റു ഒരാള് മുർസലാക്കി കൊണ്ടുവന്നു, അങ്ങനെയായി. അല്ലെങ്കിൽ ഖിയാസ്, ഇന്തിഷാറ്, അമല്, ഇതുപോലത്തതൊക്കെ വന്നാൽ എന്താക്കും? അതിന് തെളിവ് എന്താ നമ്മൾ പറയാ? അതിന്റെ ജവാബ് വൈൻ അലദ എന്നതിന്റെ ജവാബ് കാനൽ മജ്മൂഉ, ഇത് രണ്ടും കൂടി കൂടിയതാണ് മജ്മൂഉ എന്ന് പറഞ്ഞാൽ മിനൽ മുർസൽ വൽ മുല്ലമ്മു ഇലൈഹി അൽ ആലിദു ലഹു, അതിലേക്ക് കൂടിയതും മുർസലേക്ക് കൂടിയതാ. മുർസലിലേക്ക് കൂടിയത് നമ്മൾ പറഞ്ഞത്, അതും മുർസലൊക്കെ പാടെ കൂടിയത് എന്താവെന്നറിയാമോ? അൽ ആലിദു ലഹു, ആ മുർസലിനെ സഹായിക്കുന്നതായി മുല്ലമ്മയിലെ അങ്ങനത്തെ ഒക്കെ പാടെ കൂടിയതാണ് മജ്മൂ. ഈ മജ്മൂ രണ്ടും കൂട്ടിയാൽ ഹുജ്ജത്തൻ, അത് ലക്ഷ്യത്തിന് പറ്റും. വിഫാഖൻ ലിശ്ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് മുർസലായ ഹദീസിനെ ഹുജ്ജത്താക്കി പിടിക്കുക. വെറും മുർസൽ ഒറ്റക്കെടുക്കില്ല. അപ്പൊ മുർസലായ ഹദീസിന് ഈ പറഞ്ഞ രൂപത്തില് റാജിയാക്കാൻ പറ്റുന്നക്ക് റാജിയാക്കാൻ പറ്റും വിധമുള്ള ലൈഫാണ്. അത്തരം ലൈഫ് സഹായം കിട്ടുകയാണെങ്കിൽ ആ മുർസൽ ഹുജ്ജത്തിലെടുക്കാം. ലാ മുജറദുൽ മുർസലി, മുർസല് മാത്രം എന്താകൂല, ഹുജ്ജത്തിന് പറ്റൂല. വലാ മുജറദു മുല്ലമ്മി ഇലൈഹി, ആ മുർസലിന് സഹായം നൽകുന്ന അതിലേക്ക് കൂട്ടി വരുന്ന വെറും മുല്ലമ്മ് അതും പറ്റൂല, രണ്ടും കൂടണം. എന്തേ രണ്ടും രണ്ടും തരിച്ചാമ പറ്റൂല എന്ന് പറയാൻ കാരണം ഇവ രണ്ടിൽ നിന്ന് എല്ലാതും അലാ ഇൻഫിറാദിഹി, ഒറ്റക്കാകുന്ന അവസ്ഥയിൽ ദുർബലതയാണ്. മുല്ലമ്മി ഇലൈ ഒറ്റക്കാകുമ്പോൾ ദുർബലം, മുർസൽ ഒറ്റക്കാകുമ്പോഴും ദുർബലം. അപ്പൊ പറ്റൂല, നൊയ്ഫുണ്ടായത് കൊണ്ട് തന്നെയാ. വലാ യൽസമു മിൻ ദാലിക, അപ്പോ ഇത് രണ്ടും കൂടി കൂടുമ്പോ ഇത് മുല്ലമ്മു ഒറ്റക്കാകുമ്പോഴും മുർസൽ ഒറ്റക്കാകുമ്പോഴും ലൊൾഫുണ്ടെന്ന് വന്നാൽ ആ ലൊൾഫിനാല് അത് രണ്ടും കൂടി മറ്റേ മുർസലും കൂടി മുല്ലമ്മു ഇലൈഹും കൂടി രണ്ടും കൂടി ഒരു മജ്മൂ ഉണ്ട്. ആ മജ്മൂ ദുർബലമാവുക എന്നുള്ളത് ഇനി ലാസിമാകൂല. അതെന്താ അങ്ങനെ ലാസിമാകൂല എന്ന് പറയാൻ കാരണം? അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, യഹ്സുലു മിൻ ഇജ്തിമാഇൽ ലഈഫൈനി, രണ്ട് ലഈഫ് ഒരുമിച്ച് കൂടിയാൽ അതിനുണ്ടാകും ഖുവ്വത്തും മുഫീദത്തുൻ ലില്ലന്നി, ഒരു ലന്നിന് യഖീനില്ലെങ്കിലും ഷെക്കിന്റെ അപ്പുറം വിട്ടുപോയി യഖീനിക്ക് എത്തിയിട്ടുമില്ല, അങ്ങനത്തെ ലന്ന്, ആ ലന്നിനെ മനസ്സിലാക്കി തരാനുള്ള ശക്തി രണ്ട് ലഈഫ് കൂടുമ്പോൾ ഉണ്ടാകൂലേ. അതുകൊണ്ടാണ് മജ്മൂ ലൈഫ് വരൂല എന്ന് പറയാൻ കാരണം. വമിന ശാഇഇ, നോക്കൂ, വ്യാപകമായതിൽ പെട്ടതാണ്, പരക്കുന്നതിൽ പെട്ടതല്ലേ. ലഈഫാനി, രണ്ട് ലഈഫായ ഹദീസ്, യഗ്ലിബാനി, അത് രണ്ടും വിജയിക്കും. ഖവിയൻ, എന്തിന് വിജയിക്കും? ഒരു ശക്തിക്ക് വിജയിക്കും, അപ്പൊ ഒരു ഖുവ്വത്തിന് വിജയിക്കും എന്ന് പൊതുവെ എല്ലാവർക്കും വ്യാപകമായ ഒന്നിൽ പെട്ടതല്ലേ. അപ്പോ അത് കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടെ കിബാറു താബീന്റെ മുർസലിനെ കുറിച്ചാ ചർച്ച. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, ആര്? സിആറു താബിഈന എന്നുള്ളത്. ആരാ സിആറു താബിഈന എന്ന് പറഞ്ഞാൽ ആരാ? അത് താബിഈകളെ തൊട്ടാണ് കൂടുതലും ഇവർ റിപ്പോർട്ട് ചെയ്യുക. ആ നിലക്ക് വരുമ്പോ ഇവർ സിആറു താബിഈനായി.
ഈ സിആറു താബീൻ ഉണ്ടാകും മുർസലായ ഹദീസുകൾ. ആ സിആറു താബീൻ പെട്ട ആൾക്കാരാണ് ആര്? സുഹരി ഇമാമിനെ പോലത്തെ ആളുകൾ. ഇങ്ങനെ വരുമ്പോ അവരുടെ മുർസൽ ഇപ്പൊ എന്ത് ചെയ്യുന്ന അതിനെ സഹായിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ ആ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഈ സിഗാറു താബിഈന്റെ മുർസല് ഹുജ്ജത്തിന് പറ്റൂല, അത് റദ്ദ് ചെയ്യും എന്നതിന്റെ മേല് നിലനിൽക്കുന്നതാണ്. ആലിതുണ്ടായിട്ട് പോലും അത് ഹുജ്ജത്തിന് പറ്റൂല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഈ ഷിദ്ദത്തിൽ ളുഅഫിഹി, അതാണ് പ്രശ്നം. അതിന്റെ ളുഅഫ് കഠോരമാണ്. അപ്പൊ ളുഅഫ് ശക്തമായി വന്നാൽ അത് എടുക്കൂല എന്നുള്ളതാണ് മസ്അല. ഇതാണ് ഉസൂലികൾ പറയുന്നത്. ഇനി വേറെ ചർച്ച. എന്താ ചർച്ച? ഫഇൻ തജറദൽ മുർസലു അനിൽ ആലിദി. ആലിദുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കുന്ന ഒന്നും നില പറഞ്ഞത്, അതിനെ വിട്ട് മുർസൽ തനിച്ചു നിന്നാലോ? വലാ ദലീല ഫിൽ ബാബി, നമ്മൾക്കാണെങ്കിൽ ഒരു ബാബിൽ ലക്ഷ്യം പിടിക്കാനില്ല. സിവാഹു, ഈ മുർസലായ ഹദീസാണില്ല. മുർസലായ ഹദീസ് അല്ലാതെ ഇല്ല. ഒരു ശക്തി അതിലില്ലേനും സഹായിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. മുർസൽ തനിച്ച് നിൽക്കുക. മുർസൽ തനിച്ച് നിൽക്കുകയാണെങ്കിൽ ഹുജ്ജത്തിന് പറ്റൂല നമ്മൾ പറയും ചെയ്തു. പക്ഷേ ഒരു ബാബിൽ ലക്ഷ്യത്തിന് ഏത് മാത്രമേ ഉള്ളൂ? മുർസലായ ഹദീസ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്താ നിലപാട് നോക്കുക. മദ്ലൂലുഹു, ആ മുർസലായ ഹദീസിന്റെ അർത്ഥം. മദ്ലൂല് എന്ന് പറഞ്ഞാൽ ഏതൊന്നിന്റെ മേലാണോ അത് അറിയിക്കപ്പെടുന്നതെങ്കിൽ ആ അറിയിക്കപ്പെട്ടത് മദ്ലൂല്, അറിയിക്കുന്ന ലഫ്ള. ഇങ്ങനെ വരുമ്പോൾ അതിന്റെ മദ്ലൂൽ എന്താണ്? അൽ മൻഉ മിൻ ഷൈഇൻ, ഒരു വസ്തുവിനെ തടയലാണ്, ചെയ്യലല്ല തടയലാണ്. മദ്ലൂൽ അങ്ങനെയാണ്. മുർസൽ തനിച്ചുമാണ്. മുർസലാണെങ്കിലോ ലക്ഷ്യത്തിന് മുർസലല്ലാതെ ഇല്ലാണ്. എന്ത് കാട്ടും? മദ്ലൂല് മൻഉമാണ് ഒരു ഷൈഇനെ തൊട്ട്. എന്നാൽ അവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫൽ അൽഹറു, എങ്കിൽ നമുക്ക് ബലപ്പെട്ട അഭിപ്രായം പറയാനുള്ളത് അൽ ഇൻജിഫാഫു അൻ ദാലിക ഷൈ, ആ ഷൈഇനെ തടഞ്ഞതല്ലേ ആ മുർസലായ ഹദീസിലുള്ളത്. ആ വസ്തു എടുക്കണ്ട, നമ്മൾ തടഞ്ഞാണ് നിൽക്കണം, അടുക്കരുത്. എന്തുകൊണ്ട്? ലി അജലിഹി, ആ മൻ ഉണ്ടായ കാരണം കൊണ്ട്. അവിടെ തടയണം എന്നാണല്ലോ. അപ്പൊ ആ തടയുക എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ നമ്മൾ തടഞ്ഞു നിൽക്കുകയാണ് ആ മുർസലായ ഹദീസിന് വേണ്ടത്. ഇഹ്തിയാത്തൻ, ദുസ്കം പ്രവർത്തിക്കുമ്പോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതെടുക്കാൻ കാരണം അങ്ങനെയാണ്. അപ്പൊ ഈ അൽഹർ എന്ന് പറയുമ്പോൾ ബലപ്പെട്ട അഭിപ്രായമാകുമ്പോൾ അതിന് ഇടയിൽ എതിരിലൊരു ഖീലുണ്ടാവുമല്ലോ. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ലാ യജിബുൽ ഇൻജിഫാഫു, അങ്ങനെ തടഞ്ഞു നിൽക്കാൻ നിർബന്ധമൊന്നുമില്ല. കാരണം അന്നഹു, നിശ്ചയമായിട്ടും ആ മുർസലായ ഹദീസ് ലൈസ ബിഹുജ്ജത്തിൻ ഹീനൈദിൻ, മുർസൽ തനിച്ചു നിൽക്കുന്ന സമയത്ത് ഹുജ്ജത്ത് അല്ലല്ലോ. പിന്നെന്തിനാ നമ്മളവിടെ ആ ഹദീസ് എടുത്തുകൊണ്ട് അവിടെ ഉണ്ടെങ്കിൽ അത് തടഞ്ഞു നിൽക്കേണ്ട ആവശ്യത്തിന് നമുക്ക് വേണ്ട എന്ന് തീരക്കാര്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് നമുക്ക് മുർസലിനെ കുറിച്ചുള്ള ചർച്ച നടന്നത്. ഇനി നമുക്ക് നടക്കാൻ പോകാനുള്ളത് മസ്അലത്തുൻ, മറ്റൊരു മസ്അലയാണ്. എന്താ മസ്അല? അൽ അക്സറു മിൻ ഉലമാഇ, പണ്ഡിതന്മാരിൽ അധിക പേരും, മിൻഹും, ആ പണ്ഡിതന്മാരിൽ അധിക പേരും നമ്മൾ പറഞ്ഞല്ലോ, ആ അധിക പേരിൽ പെട്ടവരാണ് അൽ അഇമ്മത്തുൽ അർബഅ, മുജ്തഹിദിന്റെ 4 ഇമാമികൾ ആ അക്സറിൽ പെടും. അപ്പൊ അവർ ഉൾപ്പെട്ടതായ അക്സർ എന്താ? അലാ ജവാസ് നഖിൽ ഹദീസി ബിൽ മഅന, ലഫ്ള് വേണ്ട, ആശയം, അപ്പൊ മാന കൊണ്ട് ഹദീസിനെ നഖൽ ചെയ്യാൻ പറ്റും എന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷെ അത് പൊതുവെ എല്ലാവർക്കും ഒന്നും നഖൽ ചെയ്യാൻ പറ്റില്ല. ആർക്കേ പറ്റൂ? ലിൽ ആരിഫി ബി മദ്ലൂലാത്തിൽ അൽഫാലി, ആ കൊണ്ടുവരപ്പെടുന്ന ലഫ്ള് ഉണ്ടല്ലോ, പകരമാക്കപ്പെടുന്ന, എന്തിനെ തൊട്ടാണോ പകരമാക്കപ്പെടുന്നെങ്കിൽ ആ പകരമാക്കപ്പെടുന്ന പദങ്ങൾ അതിന്റെ മദ്ലൂലാത്തുകളെ കൊണ്ട് അറിയണം. മദ്ലൂലാത്തുകളെ കൊണ്ട് അറിയുമ്പോഴേ മാന കൊണ്ട് ലഫ്ള് മാറി റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അത് മാത്രം പോരാ, മവാഖിൽ കലാമി, കലാമിന്റെ സംഭവിക്കുന്ന അവസ്ഥകളും അറിയണം. കലാമിനും ഒരുപാട് അവസ്ഥകളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ, ആ അവസ്ഥകളും എന്തു വേണം? അറിയണം. അഥവാ ചിലപ്പോൾ എന്തായിരിക്കും?
കലാമിനെ അവിടെ കൊണ്ടുവരേണ്ടത് ഓരോന്നിനനുസരിച്ചാ. മുഖത്തള്ള എന്താ ഇങ്കാറാണെങ്കിൽ അവിടെ കലാമിനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരും തേക്കീതോടുകൂടെ വുജൂബായിട്ട്. തറദ്ദുതാണ് എങ്കിലോ തേക്കീതോടുകൂടെ ഇസ്തിഹിസാനായിട്ട് കൊണ്ടുവരണം. തറദ്ദുദില്ല ഹൃദയത്ത് ഒഴിവാക്കലാണ് എങ്കിലോ തേക്കീതൊന്നും വേണ്ട, ആ രൂപത്തിൽ. അപ്പോൾ കലാമിനെ അതിൻ്റെതായ നിലപാടനുസരിച്ച് കൊണ്ടുവരാനും ലഫ്ളുടെ മാനയും അറിയണം. ഇതറിയോ? ഈ അറിയുന്നവർക്കാണ് ലഫ്ള് മാറിയിട്ട് മഅന കൊണ്ട് റിപ്പോർട്ട് ചെയ്യാം. അതാണല്ലോ ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹിയാണെന്ന് നമ്മൾ പറയും. എന്നിട്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാകും എന്ത്? ലഫ്ള് ബുഖാരിക്ക് അല്ലെങ്കിൽ ലഫ്ള് മുസ്ലിമിന്. പിന്നെ രണ്ടാളും മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ അവിടെ ആശയത്തിൽ രണ്ടാളും ഒന്നാണ്, ലഫ്ളിന് മാറ്റമുണ്ട്. ഇങ്ങനെ ലഫ്ള് മാറി ആശയോടുകൂടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാ. എങ്ങനെ പോയി നഖ്ല് ചെയ്യരുതാ? ഒരു ലഫ്ളിനെ നാക്കിന് കൊണ്ടുവരിക, ബദല ആഖറ, മറ്റൊരു പദം അവിടെ ഉണ്ടല്ലോ അതിന് പകരം. അങ്ങനെ ഈ ആഖർ എന്തായിരിക്കണം? മുസാവിൽ ലഹു, ഈ ആഖറിനോട് ഈ കൊണ്ടുവരപ്പെടുന്ന പദമുണ്ടല്ലോ ആ മറ്റേ പദം അവിടെ നിർത്തിയിട്ട് ഈ പദത്തെ കൊണ്ടുവരാണ്. അപ്പൊ ആ പദത്തിനോട് ഈ കൊണ്ടുവരപ്പെടുന്ന പദം സമമാവണം. എന്ത് വിഷയത്തിൽ? ഫിൽ മുറാദി മിൻഹു, അവിടെ നമ്മള് മുബദല് മിൻഹു ആക്കിയിട്ട് വൻഹു ആക്കി വെച്ച പദമുണ്ടല്ലോ അതിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നതിലും അതിന്റെ മഅനയെ മനസ്സിലാക്കുന്ന വിഷയത്തിലും എന്തുവേണം? സമമായിരിക്കണം. അങ്ങനത്തെ ഒരു പദം കൊണ്ടേ ഇവിടെ നഖൽ ചെയ്യാൻ പറ്റൂ. എന്തിനാണ് നഖൽ ചെയ്താൽ അങ്ങനെ പറ്റുമെന്ന് പറയാൻ കാരണം? അന്നൽ മഖ്സൂദ, ഇവിടെ ഈ റിപ്പോർട്ടിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അൽ മഅനിയു, മഅനയല്ലേ, മഅനയാണ് ഉദ്ദേശിക്കപ്പെടുന്ന ആശയം. വൽ ലഫ്ളു, പിന്നെ ലഫ്ള് എന്ന് പറയുന്നത് ആലത്തുൽ ലഹു, ആ മഅന അറിയാനുള്ള ആയുധമല്ലേ. അപ്പൊ മഅന കിട്ടിയാൽ പോരെ, അതുകൊണ്ടാണ് പറ്റും എന്ന് പറയുന്നത്. അത് ആരിഫിനെ പറ്റുള്ളൂ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ അമ്മാ വൈറുൽ ആരിഫി, ഇങ്ങനെ ലഫ്ളിന്റെ മദ്ലൂലാത്തുകളും അറിയൂല, കലാമ് സംഭവിക്കേണ്ട അവസ്ഥകളും അറിയൂല, അങ്ങനത്തെ ഒരാളാണെങ്കിലോ ഫലാ യജൂസു ലഹു, അയാൾക്ക് അനുവദനീയമേ അല്ല തഗ്യീറുൽ ലഫ്ളി, ലഫ്ളിനെ വ്യത്യാസപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂല. ഖത്അൻ, അവിടെ ആർക്കും തർക്കമില്ല. അപ്പൊ അങ്ങനെയാണ് അതിന്റെ നിലപാടെങ്കിൽ വസവാഉൻ ഫിൽ ജവാസി, ഇവിടെ നഖൽ ചെയ്യാൻ പറ്റും മഅന കൊണ്ട് ഹദീസിനെ എന്നല്ലേ, ആ ജവാസിൽ സമമാണ്. നസിയ റാവി അൽ ലഫ്ള, ആ ലഫ്ളിനെ റാവി മറന്നു, അംല മറന്നില്ല, മറന്നിട്ടായിരിക്കാം ചിലപ്പോൾ പകരം ലഫ്ള് കൊണ്ടുവരുന്നത്. അങ്ങനെയാവാം, അല്ലെങ്കിൽ മറക്കാതെയുമാവാം. എന്ത് നിലപാടായാലും വേണ്ടില്ല, നമ്മൾ പറഞ്ഞതായ രൂപത്തിലുള്ള ആളാണെങ്കിൽ നഖൽ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് മാവർദീമാം എന്താ പറയുന്നത് നോക്കാം. വഖാറൽ മാവർദിയു, മാവർദീമാം പറയുന്നു യജൂസു, നഖലൊക്കെ ചെയ്യാം. എപ്പോ? ഇൻ നസിയൽ ലഫ്ള, ഹദീസിലുള്ള പദം റാവി മറന്നിട്ടുണ്ട് എങ്കിൽ അതിന് പകരമായിട്ട് മറ്റൊരു ലഫ്ള് കൊണ്ടുവരാം. അവിടെ നിബന്ധന അങ്ങനെയാ. അതുകൊണ്ടാണ് ഷാരിഹ് എന്ന് പറഞ്ഞു നസിയർ റാവിൽ ലഫ്ള അംല എന്ന് കൊടുത്തത്. ഇങ്ങനെ ഒരു അഭിപ്രായക്കാർ ഇവിടെ ഉണ്ടായത് കൊണ്ടാ. ഫഇല്ലം യൻസഹ്, അപ്പൊ ലഫ്ള് മറന്നില്ല എന്ന് വെക്ക, എന്നാ പിന്നെ ലഫ്ള് മാറിക്കൊണ്ടുവരാനൊന്നും പറ്റുകയില്ല. എന്തുകൊണ്ട്? എന്താ അത് പറ്റൂല എന്ന് പറയുന്നത്? അയാൾ മനസ്സിലാക്കണല്ലോ. മാവർദീമാം പറഞ്ഞത് ലഫ്ളിനെ മറന്നിട്ടുണ്ട് എങ്കിലാണ് കൊണ്ടുവരാം എന്ന് പറഞ്ഞത്. മറന്നിട്ടില്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റൂല പകരം. അതെന്താ? ലിഫവാത്തിൽ ഫസാഹത്തി ഫി കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ സംസാരിച്ച ആ സംസാരത്തിൽ ആ പദം ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നബിയുടെ കലാമിലുള്ള ഫസാഹത്ത, സംസാരം, വൈഭവം, സാഹിത്യമാണത്. അത് അങ്ങനെ തന്നെ വരട്ടെ. അത് മറ്റൊരു പദം കൊണ്ടുവന്നാൽ ആ ഫസാഹത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നബിന്റെ ഹദീസല്ലേ, അങ്ങനെ തന്നെ വരട്ടെ എന്നാ. വഖീല, വേറൊരു അഭിപ്രായം, യജൂസു, നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷെ നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? മാന കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നിബന്ധന ഇൻകാന മൂജബഹു അയൽ ഹദീസ്, ആ ഹദീസിന്റെ മൂജബ്
ഹദീസ് പറഞ്ഞതിലുള്ള ആശയം നിർബന്ധമാക്കപ്പെടുന്നത് എന്താ? മൂജബ് തന്നെ അങ്ങനെയാണല്ലോ സുബൂത്താക്കി തരുന്നത്. എന്താണ്? ഇൽമൻ ഐതിഖാദൻ, വിശ്വാസപരമായ ഒരു അറിവിനെയാണ്. അങ്ങനത്തെ ഒരു അറിവിനെയാണ് അതിന്റെ മൂജബ് എങ്കിൽ എന്തെങ്കിലുള്ളൂ എന്ത് ചെയ്യാൻ പറ്റിയ മാന കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നഖൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാ. ഫൈൻകാന മൂജബുഹു അമലൻ, അതിന്റെ മൂജബ് അമലാണെങ്കിലോ അമൽ ചെയ്യണം എന്നുള്ളതാണ് ആ ഹദീസ് സ്ഥിരപ്പെടുത്തുന്നതെങ്കിൽ ഫലാ യജൂസു, അപ്പൊ പിന്നെ എല്ലാത്തിനൊന്നും നഖൽ ചെയ്യാൻ പറ്റൂല മാന കൊണ്ട്. ഫി ബാദി, ചിലതിൽ പറ്റൂല. അതിന് ഉദാഹരണം ഹദീസി അബി ദാവൂദ വ ഗൈരിഹി, ഇവർ രണ്ടുപേരുടെയും ഹദീസ് പോലെ. എന്താ അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്? മിഫ്താഹു സ്വലാത്തി അത്തുഹൂറു വതഹ്രീമുഹ അത്തക്ബീറു വതഹ്ലീലുഹ അത്തസ്ലീമു എന്നുള്ളതാ. നിസ്കാരത്തിന്റെ തുടക്കം താക്കോല് ശുദ്ധി വരുത്തുക എന്നുള്ളതാ. നിസ്കാരത്തെ ഹറാമാക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിസ്കാരത്തെ ഹലാലാക്കുന്നത് സലാം വീട്ടലുമാണ്. ഈ പറഞ്ഞ ഹദീസ് അമലുള്ള ഹദീസാണ്. അമലിന് പറ്റുന്ന അതിന്റെ മൂജബ് അമലാണ്. ഇങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ അവിടെ മാന കൊണ്ട് നഖൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല എന്നുള്ളതാണ്. പിന്നെ ഹദീസ് സ്വഹീഹൈനി, മറ്റ് ഒരു ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതെന്താണ്? ഖംസും മിനദ് ദവാബി, മൃഗങ്ങളിൽ 5 മൃഗം, പുല്ലുകൊന്ന ആ 5 മൃഗങ്ങൾ മുഴുവനും ഫവാസിഖു, അത് മോശമായ ഫാസിഖിന്റെ മൃഗങ്ങളാ. യുഖ്തൽന, അവയെ കൊല്ലപ്പെടാം. ഫിൽ ഹില്ലി, ഹില്ലിൽ വെച്ചിട്ട് കൊല്ലാം. വൽ ഹറമി, ഹറമിൽ വെച്ചിട്ട് കൊല്ലാം. ഹറമും അല്ലാത്ത സ്ഥലത്ത് വെച്ചൊക്കെ കൊല്ലാം. അങ്ങനെ കൊല്ലപ്പെടാൻ പറ്റുന്ന ഫവാസിഖുകളായ ജീവികൾ ഏതാ? ഫവാസിഖായ ജീവികള് അൽ ഉറാബു, കാക്ക. വൽ ഹദ്അത്തു, കഴുകനോ പരുന്തോ, രണ്ടിലൊന്നാ. വൽ അഖറബു, തേള്. വൽ ഫഅറത്തു, എലി. വൽ കൽബുൽ അഖൂർ, കടിക്കുന്ന നായ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഹദീസ് ഉള്ളതൊക്കെ അമലാണ് മൂജബ്. അപ്പൊ അതുകൊണ്ട് മാറ്റം വരുത്താൻ പറ്റൂല എന്നാണ് കീലക്കാർ. ഓ യജൂസു ഫി ബാദിൻ, ചിലതിലൊക്കെ മാന കൊണ്ട് നഖൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞു വെച്ചു. ഇനി ഓ കീല, ഇനി വേറൊരു കീലയുണ്ട്. എന്താ കീല? യജൂസു, നഖൽ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ബിലഫ്ളിൻ മുറാദിഫിൻ, മുറാദിഫായ ലഫ്ള് കൊണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥവും ലഫ്ളും തമ്മിൽ യോജിച്ചു വന്ന അതേ ലഫ്ള്. ലഫ്ളിന് യോജിക്കണം, അർത്ഥത്തിൽ യോജിക്കണം. ഇങ്ങനെ യോജിക്കുന്നതായ പദമുണ്ടെങ്കിൽ കൊണ്ടുവരാം, നഖൽ ചെയ്യാം. വഅലൈഹിൽ ഖതീബുൽ ബഗ്ദാദിയു, ഖതീബുൽ ബഗ്ദാദി തങ്ങള് നിൽക്കുന്നത് ഈ അഭിപ്രായത്തിന്റെ മേല. എങ്ങനെയാണ് ഇപ്പൊ അത് കൊണ്ടുവരിക? ഒരു പദത്തെ കൊണ്ടുവരപ്പെടുക. എന്തിനു പകരമായിട്ട്? ബദല മുറാദിഫിഹി, ഇതിന്റെ മറ്റൊരു പദത്തിനോട് യോജിക്കുമല്ലോ, അങ്ങനെ യോജിക്കുന്നതിന് പകരത്തിലായ സ്ഥിതിയിൽ ഒരു ലഫ്ദിനെ കൊണ്ടുവരിക. മഅ ബഖാഇ തർകീബി, ആ ഘടനയൊക്കെ യോജിക്കണം, അങ്ങനെ തന്നെ വേണം. വ മൗഖിൽ കലാമി അല ആലിഹി, കലാമൊക്കെ അതേ അവസ്ഥയിൽ തന്നെ സംഭവിക്കണം. തെർക്കീവും അങ്ങനെ തന്നെ വേണം. അതേ രീതിയിലാകുമ്പോഴേ എന്ത് പറ്റുകയുള്ളൂ? മുറാദിഫായിട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോ ആ തെർക്കീബൊക്കെ ശരിക്ക് നിൽക്കണം. തെർക്കീബില്ലെങ്കിൽ പറ്റൂല. ഈ രൂപത്തിൽ ഇസ്മിയാണെങ്കിൽ ഇസ്മി ആയിരിക്കണം, ഫീലിയാണെങ്കിൽ ഫീലി ആയിരിക്കണം, മാലിയാണെങ്കിൽ മാലി, മുലാരിയാണെങ്കിൽ മുലാരി, തേക്കീതോട് കൂടെയാണെങ്കിൽ തേക്കീതായിരിക്കണം, മുവക്കത് ഇല്ലാതെയാണെങ്കിലും അങ്ങനെയാവണം. എങ്ങനെയാണോ ക്രമീകരണം അതുപോലെയും കലാമിന്റെ സംഭവം എങ്ങനെ അതും അതുള്ളതോടൊപ്പം തന്നെ മുറാദിഫായ പദം വേണം, അല്ലെങ്കിൽ പറ്റൂല. മുറാദിഫായ ഒരു പദം കൊണ്ട് കൊണ്ടുവരപ്പെട്ടില്ല എന്ന് വെക്ക, അങ്ങനെയായാൽ പറ്റൂല. അപ്പൊ നഖൽ ചെയ്യാൻ പറ്റൂല. അതെങ്ങനെയാ? കലാമ, ഓ കലാമിനാകെ മാറ്റി മറിച്ചു, അപ്പൊ മുറാദിഫായ പദമായില്ലല്ലോ. അപ്പൊ ഫലാ യജൂസു, അങ്ങനെയാവുമ്പോ നഖൽ ചെയ്യാൻ പറ്റൂല. അതെന്താ പറ്റൂല നിങ്ങള്? അങ്ങനെ ആയതുകൊണ്ട് അന്നഹു നിശ്ചയമായിട്ടും കാര്യം ഖദ് ലാ യൂഫ ബിൽ മഖ്സൂദി, ഈ ഹദീസ് എന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ഒന്നുണ്ട്, അത് ഈ പദം കൊണ്ട് കിട്ടൂല, പൂർത്തിയാക്കി വീട്ടാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കി വീട്ടണ്ടേ, അപ്പൊ അതിന് പറ്റിയാലേ പറ്റുള്ളൂ എന്നർത്ഥം.
എങ്കിൽ ഇനി ഇതുവരെ പറഞ്ഞു നഖല് പറ്റും. അത് നമ്മൾ ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടും ഒക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത്. ഇനി നമുക്ക് നോക്കാം ഇവിടെ വേറൊരു പ്രശ്നം. മനാഹു അയൻ നഖില മുത്ലഖൻ, സ്വാഭാവികമല്ല, നിരുപാധികം എന്തായിട്ടുണ്ട്, നഖലിനെ തടഞ്ഞു, പറ്റൂല എന്നാണ്. ആര്? ഇബ്നു സീരീന വസഅലബു വറാസിയു മിനൽ ഹനഫിയ്യ, ഹനഫിക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതനാണ് റാസി, ഹനഫി പണ്ഡിതൻ. പിന്നെ സഅലബ്, ഇബ്നു സീരീന, ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, നഖല് പറ്റൂല എന്നതാ. അതിന് പറയുന്നത് ഓ റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അൽ മൻഉ, പറ്റൂല എന്നത്. ആരെ തൊട്ട്? കളിയല്ല. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, സ്വഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ് ഈ ഇമാമികൾ പറയുന്നത്. എന്തിപ്പോ അത് അങ്ങനെ പറ്റൂല കാരണമാണല്ലോ. കാരണം ഉണ്ട് ഹദിറം മിന തഫാവുത്തി, ഏറ്റ വ്യത്യാസം പേടിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റ വ്യത്യാസം വരും. ആ ഏറ്റ വ്യത്യാസം വരാതിരിക്കാനാണ് ഈ പറയുന്നത്. ആ പേടി വരും. അപ്പൊ ആ പേടി ഇല്ലാതെക്കണമെങ്കിൽ ഇതിനൊക്കെ ചെയ്യാതിരിക്കണം. അദ്മ, ഏറ്റ വ്യത്യാസം ഇവിടെ ഇല്ല എന്ന് നഖല് ചെയ്യുന്ന ആള് ധരിച്ചാൽ പോലും സംഖ്യ നടക്കൂല. ഇന്നൽ ഉലമ, കാരണം പണ്ഡിതന്മാർ അധികരിച്ചും കസീറമ്മ അധികവും യഖ്തലിഫൂന, അവർ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അഭിപ്രായ ഭിന്നതയിലുള്ളവരാണ്. ഫീ മഅനൽ ഹദീസി അൽ മുറാദ്, ഹദീസിന് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം എന്താണോ എന്നതിൽ അനേകം പണ്ഡിതന്മാർ എന്താണ് തർക്കമുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നഖല് ചെയ്യാതിരിക്കല്ലേ നല്ലത്. വൗജീബ, അതിന് മറുപടി എന്താ? മറുപടി അറിയാം. അന്നൽ കലാമ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഫിൽ മഅനൽ ലാഹിരി, എല്ലാവർക്കും തിരിയുന്ന അർത്ഥത്തിലാ സംസാരം. ലാ ഫീമാ യുഖ്തലഫു ഫീഹി, വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടെങ്കിൽ, അഭിപ്രായം വരുന്ന അർത്ഥമുണ്ടെങ്കിൽ അതിലല്ല ചർച്ച. ലാ സലാത്ത ഇല്ലാ ബിൽ ഫാത്തിഹത്തിൽ കിതാബ് എന്നൊരു ഹദീസ് ഉണ്ട്. ഫാത്തിഹത്തിൽ കിതാബ് കൊണ്ടല്ലാതെ നിസ്കാരമല്ലാതെ ഹദീസ് ഉള്ളത്. ഇവിടെ അർത്ഥത്തിലും ആശയത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടര് പറയുന്നത് നിസ്കാരം തന്നെ ശരിയാവുകയില്ല ഫാത്തിഹ ഇല്ലാതെ എന്നതാ. വേറൊരു കൂട്ടര് പറയുന്നത് നിസ്കാരം പരിപൂർണത ലഭിക്കുകയില്ല എന്നല്ല. ഇങ്ങനത്തെ കാര്യത്തിലല്ല. അപ്പോ ഇങ്ങനെ അഭിപ്രായ ഭിന്നത ഉള്ളതിലല്ല നമ്മുടെ ചർച്ച. എല്ലാവർക്കും തിരിയുന്ന അഭിപ്രായമില്ലാത്ത ആശയത്തിലാണ്. ഏതുപോലെ കമ അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലൈസൽ കലാമു ഫീമ തുഅബ്ബിദ ബി അൽഫാലിഹി, ലഫ്ളുകൾ കൊണ്ട് ആരാധന നടത്തണം എന്നതിൽ നമുക്ക് ചർച്ചയില്ലല്ലോ എന്നതുപോലെ ഭിന്നാഭിപ്രായമുള്ള അർത്ഥത്തിൽ നമുക്ക് ചർച്ചയില്ല. ലഫ്ള് കൊണ്ട് ആരാധിക്കപ്പെടണം എന്ന് പറയും. ഏതുപോലെ? കൽ അദാനി, ബാങ്ക് പോലെ, അത് അങ്ങനെ തന്നെ കൊടുക്കണം, അവിടെ മാറ്റം വരുത്താൻ പറ്റൂല. തശഹുദി, അത്തഹിയാത്തും അങ്ങനെ തന്നെ. തെക്കിബീരി, തെക്കിബീറും തസ്ലീം, ഇതൊക്കെ എന്ത് വേണം? എങ്ങനെയാണോ നബിയെ തൊട്ട് വന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ. അതൊക്കെ നമുക്ക് ആരാധനയുടെ ഭാഗമായിട്ട് ചെയ്യാൻ വന്ന ലഫ്ളുകളാ. ഇത്തരം പദങ്ങളിൽ നമുക്ക് ചർച്ചയില്ല, സംസാരവുമില്ല. ഇതല്ലാത്തതിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അപ്പൊ നമ്മള് നഖലിനെ കുറിച്ചും മുർസലിനെ കുറിച്ചുമുള്ള ചർച്ചയാണ് ഇതുവരെ നടത്തിയത്. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ഇത് അള്ളാഹു നമ്മിൽ ഖബൂലാക്കട്ടെ. ഇതിൽ വന്ന എല്ലാ അപാകതകളും അള്ളാഹു തആല പരിഹരിച്ച് നല്ലവരായി ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നാളെ കാണാം, കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ജമ്മിലെ പണ്ഡിതന്മാരെ, നമ്മുടെ 50-ാമത്തെ ജമ്മിന്റെ ക്ലാസ്സിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ പ്രവേശിക്കുന്നത്. അള്ളാഹു ഖൈറാക്കി തരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി സമയം ലേശമൊക്കെ വൈകിയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. മനുഷ്യരല്ലേ, സാങ്കേതികമായിരിക്കുന്ന പല തടസ്സവും ഇന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ തീർത്തുകൊണ്ട് ഇപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. മസ്അലത്തുൻ, നമുക്ക് ഇന്ന് ചർച്ച സ്വഹാബിയുടെ ഖൗല് ലക്ഷ്യത്തിന് പറ്റൂല ചർച്ച ചെയ്ത് നോക്കാം. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അസ്വഹീഹു, ബലപ്പെട്ട അഭിപ്രായം. യുഹ്തജ്ജു ബി ഖൗലി സ്വഹാബിയ്യി,
സ്വഹാബിയുടെ ഖൗല് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റും. സ്വഹാബി എന്ത് പറഞ്ഞു? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഖാല നബിയു എന്ന് സ്വഹാബി പറഞ്ഞാൽ നമുക്ക് ആ വാക്ക് സ്വീകാര്യമാണ്, ലക്ഷ്യത്തിന് പറ്റും. എന്താ കാരണം? അന്നഹു ലാഹിറുൻ ഫീ സമാഇഹി മിൻഹു, നബിയിൽ നിന്ന് ഈ സ്വഹാബി നേരിട്ട് കേട്ടു എന്നത് വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് വക്കീല അവിടെ അഭിപ്രായമുണ്ട്. സഹീഹല്ലേ പറഞ്ഞത്? അപ്പൊ അഭിപ്രായമുണ്ടല്ലോ. സഹീഹിന് നേരെ എതിരുള്ളതാണ് ഖീല. അപ്പൊ അത് ദുർബലമായിരിക്കും. സഹീഹ് പറയുമ്പോ വല്ല കുവ്വത്തുണ്ടാവില്ല. ലാ യുഹ്തജു ബിഹി, അതുകൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റൂലെന്ന്. കാരണം ലിഇഹ്തിമാലി അൻ യകൂന ബൈനഹു വബൈനഹു സ്വഹാബിയുൻ ആഖറു, ഈ സ്വഹാബിക്കിടയിലും നബിക്കിടയിലും റിപ്പോർട്ടറായ വേറെ സ്വഹാബി ഉണ്ടാവില്ലേ? ആ സ്വഹാബികൾ കളഞ്ഞു. ഇങ്ങനെ വരാനോ? വഖുല്ല, എത്തരത്തിൽ നമ്മൾ പറയുന്നു യുബ്ഹസു അൻ അദാലത്തി സ്വഹാബത്തി വി താബിഈൻ, താബിയുടെയോ സ്വഹാബിയുടെയോ നീതിയൊക്കെ പരിശോധിക്കപ്പെടണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ വിരുദ്ധരാകുമ്പോ എങ്ങനെയാണ് സ്വീകരിക്കാതെ തീര. അതാണ് കാര്യം. ഇനി കഥട്ട് പറയാൻ പോവുകയാണ്. കഥ നമ്മള് സ്വഹാബിയുടെ ഖാല നബിയു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുമെന്നല്ലേ, ലക്ഷ്യത്തിന് പറ്റുമെന്നല്ലേ എന്നതുപോലെ തന്നെ ഖൗലി സ്വഹാബിയുടെ വാക്കുകൊണ്ട് ലക്ഷ്യം വെക്കാം. എന്തിനെ തൊട്ട്? സ്വഹാബി പറഞ്ഞത് അൻ അഥവാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാ പറഞ്ഞത്. ഇവിടെ അസഹാണ്, അനൽ അസഹി, ബലപ്പെട്ട അഭിപ്രായ പ്രകാരം അത് പറ്റുമെന്ന്. എന്താ തെളിവ്? ലുഹൂരിഹി ഫിസ്സമായി മിൻഹു, അത് ഐലൻ എന്ന് പറഞ്ഞ കാല പറഞ്ഞോടത്ത് നബിയിൽ നിന്ന് ഉപരി കേട്ടു എന്നതുപോലെ തന്നെ ഇതും നബിയിൽ നിന്ന് കേട്ടു എന്ന് വെളിവായതുകൊണ്ട് അങ്ങനെ പറ്റും സ്വീകരിക്കാൻ എന്നതാണ്. വൈകാല ദൂരൽ അവല്, കാലട്ട് പറഞ്ഞതിനേക്കാൾ താഴ്ഭാഗത്താണ്, താന്ന വടിയിലാണ് അന്നിട്ട് പറഞ്ഞാൽ എങ്കിലും സ്വീകരിക്കാം. അപ്പൊ കീല, അപ്പൊ അസഹിനെതിരുള്ള കീല കുറച്ച് വിലുണ്ടാവും. എല്ലാ ഉജ്ജത്തിന് പറ്റൂല. എന്താ കാരണം? വാസിത്തെത്തി അലാമസബക്ക, മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ സ്വഹാബിയുടെയും മറ്റേ നബിയുടെയും ഇടയിൽ ഒരു വാസിത്തുണ്ടാവും. ആ വാസിത്തയിൽ ഇയാള് അവിടുന്ന് കിട്ടിയാന്നേക്കൂടെ. അപ്പൊ വാസിത്തയിൽ ലാഹിറാണിത് എന്ന് വരാലോ, നബിയിൽ ലാഹിറായി കിട്ടിയെന്ന് പറയാൻ വയ്യല്ലോ. തർക്കടിൽ ലാഹിരും ഒരു കുറച്ചൊക്കെ വില ഉണ്ടാവുമല്ലോ. ഇനി വേറൊരു അഭിപ്രായം ഓക്കേതാ, ഇതേ പ്രകാരം തന്നെയാണ് എന്ത് ഖൗലിഹി, സ്വഹാബി പറയുന്നു സമിഅ്തുഹു, നബിയെ ഞാൻ കേട്ടു, അമറ, നബി കൽപ്പിക്കുന്നതായി ഞാൻ കേട്ടു, വനഹ, നബി തങ്ങൾ വിരോധിക്കുന്നതായി ഞാൻ കേട്ടു. ഇങ്ങനെ പറഞ്ഞാലും ഒരു സ്വഹാബിയുടെ ഖൗൽ ലക്ഷ്യമാണ്. എന്താ കാരണം? ലിദുഹൂരിഹി ഫി സുദൂരി അംദിൻ വനഹിയിൻ മിൻഹു, അംറിന്റെ തുടക്കത്തിൽ തന്നെ സ്വഹാബിക്ക് ഇത് വെളിവായി. അങ്ങനെ വരാലോ. വനഹിയും മിൻഹു, അതുപോലെ അതിയിൽ നിന്ന് അതിനെ തൊട്ട് തടയുക. അപ്പൊ തടയുക അങ്ങനല്ല, മിൻഹു അല്ല. നഹിയുടെയും അംറിന്റെയും ഒക്കെ തുടക്കത്തിൽ തന്നെ മിൻഹു, ആ സമിഅ്തു എന്ന് പറയുന്ന പദത്തിൽ നുഹൂറാണല്ലോ, അതുകൊണ്ട് പറ്റും. വെളിവായി. വക്കീല പറയപ്പെട്ടിട്ടുണ്ടല്ല, പറ്റൂല കേട്ടോ. എന്താ കാരണം? ജവാസിയായി യുദ്ധ റാവി, ഒരു റാവിക്ക് അത് രണ്ടിനെയും ഇത്തലാഖാക്കി പറഞ്ഞാൽ മതിയല്ലോ. അലാമ, ഒന്നിന്റെ മേൽ പറയാലോ. ലേസബി അംഡു വല നഹിയൻ, അത് അംബു അല്ല നഹീമല്ല. അങ്ങനത്തെ ഒരു കാര്യത്തിന്റെ മേലില് റാവിക്ക് എന്ത് പറയാം? അമറ, നഹ എന്നൊക്കെ പറഞ്ഞൂടെ. തസമ്പുവൻ എങ്ങനെ? അത് മജാസായിട്ട് പ്രയോഗിക്കുക, ഹക്കീകത്ത് നിലക്കല്ല. ഹക്കീകത്തിനെതിരായിട്ട് മജാസായിട്ട് പ്രയോഗിക്കാം. ഇനി സ്വഹാബി പറയുന്നത് ഔ ഉമിർന എന്നാ, ഔ ഉമിർന, അല്ലെങ്കിൽ ഔ നുഹീന, അല്ലെങ്കിൽ ഔ ഊജിബ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഔ ഹുർരിമ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സ്വീകരിക്കാം. വകദ റുഖിസ, റുഖിസ എന്ന് പറഞ്ഞു. ബിബിനായിൽ ജമീഇൽ മഖൂലി, ഉമിറ മുതൽ റുഖിസ വരെ പറഞ്ഞ എല്ലാ ഫീലുകളും മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ടതാണ്. മജ്ഹൂലിന് വേണ്ടി എടുത്തപ്പോ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഈ പറഞ്ഞ റുഖിസ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഫിൽ അദ്ഹരി ലാഹിർ അനുസരിച്ച് ഏറ്റവും ബലപ്പെട്ട അഭിപ്രായത്തിൽ അങ്ങനെയാണ്. കാരണം ലിദുഹൂരി അന്ന ഫായിലഹ, നിശ്ചയമായിട്ടും ഇതൊക്കെ പ്രവർത്തിച്ച ആള് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളാണ് ഇതൊക്കെ പ്രവർത്തിച്ചത് എന്ന് ലാഹിറാണ്. അതുകൊണ്ട് പിന്നെന്ത് പറയാ? ഉമിർന, ഊജിബ, നുഹീന, ഹുർരിമ, റുഖിസ എന്നൊക്കെ പറഞ്ഞു അദ്ഹർ പ്രകാരം സ്വീകരിക്കാനുള്ള ന്യായം അതാണ്. വക്കീല അദ്ഹറിന് നേരെയുള്ള ഖീല അല്ല, പറ്റൂല.
ആമിറു വന്നാഹി, ഇവിടെ തടയുന്ന ആളും കൽപ്പിക്കുന്ന ആളും ആവാലോ. ബഅൽ ചില അധികാരമുള്ള ആളുകൾക്കായിക്കൂടെ. വല്ലീജാബു വത്തഹരീമു, പിന്നെ അറാമാക്കുക അതുപോലെ നിർബന്ധമാക്കുക എന്നുള്ളത്. വത്തർഖീസു, അങ്ങനെ എന്ത് ചെയ്യുക, റുഖ്സ നൽകുക, ഇളവ് നൽകുക എന്നുള്ളതും ആരാ? അത് ഇസ്തിംബാത്തൻ മിൻ ഗായിരി, അത് പറയുന്ന ആൾക്കാർക്ക് ഗവേഷണം ചെയ്തിട്ട് കിട്ടിയതായിക്കൂടെ. പിന്നെ എങ്ങനെ അത് സ്വീകരിക്കുക? അത് സ്വീകരിക്കാൻ പറ്റൂല, നിങ്ങൾ പറയും പോലുള്ള തെളിവല്ല ഇത്, ഇങ്ങനെ ആവാലോ എന്നുള്ളതാ. ഇങ്ങനെ അൽഹറും അസഹും സഹീഹും ഇവിടെ കഴിഞ്ഞു, അതിന്റെ തീരയും കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വല്ലക്സുറു, ബഹുഭൂരിഭാഗം ആളുകൾ എന്ന് പറയുന്നു. യുഹ്തജ്ജു ബിഖൗലി, സ്വഹാബി പറയുന്നു. ഐദൻ, വീണ്ടും ആദ്യം ഖാൽ നബി എന്നൊക്കെ പറഞ്ഞല്ലേ എന്നതുപോലെ മിന സുന്നത്തി, സുന്നത്തിൽ നിന്നും ഞാനിത് പറയുന്നത് സുന്നത്തിൽ ഉള്ളതാണ്. അതായത് സുന്നത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് സഹാബി പറഞ്ഞാൽ സ്വീകരിക്കാം. അതാണ് അക്സറും പറയുന്നത്, തെളിവാണ്. ലുഹൂരി, കാരണം സുന്നത്തിൽ ഇന്നതുണ്ടെന്ന് ഈ സഹാബി പറഞ്ഞാൽ ആ വാക്ക് ലാഹിറാണ്. ഫീ സുന്നത്തിൻ നബി, നബിയുടെ സുന്നത്തിൽ ലാഹിറാണ്, അതുകൊണ്ട് പറ്റും. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട്. ലാഹേ, അത് ഹുജ്ജത്തല്ല. എന്താ ഹുജ്ജത്തല്ല? നിങ്ങൾ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു തെളിവുണ്ട് ഇവിടെ. കീല, എന്താണ്? ജവാസി ഇറാദത്തി സുന്നത്തിൽ വലതി, അത് നാട്ടിൽ സുന്നത്തായിക്കൂടെ, നബിന്റെ സുന്നത്താ. അങ്ങനെയാണ്. എന്താ ന്യായങ്ങൾ ഉഷാറാണ്. ഫകുന്ന, പിന്നെ സാഹിബ് പറയുന്നത് ഇങ്ങനെ, ഫകുന്ന, ഞങ്ങള് മആശിറന്നാസി, ഈ ജനസൂട്ടം, നഫ്അലു, ഞങ്ങൾ പ്രവർത്തിക്കുമായിരുന്നു. ഈ ആയിരത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാം, അത് നമുക്ക് ഹുജ്ജത്താണ്. ഔ കാനൻ നാസി യഫ്അലൂന ബി ആയിരത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെങ്കിൽ പറഞ്ഞെന്താ, ജനങ്ങളൊക്കെ നബിയുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞു. അത് ഹുജ്ജത്താണല്ലേ? ഹുജ്ജത്താണ്. പിന്നെ നബിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു, സ്വീകരിക്കും, അവിടെ ഹുജ്ജത്താക്കാം. എന്തുകൊണ്ട്? നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറപ്പിക്കൽ ഇതിലുണ്ട്. ആ ഉറപ്പിക്കുക എന്ന കാര്യത്തൊക്കെ ദുഹൂറായി, അതുകൊണ്ടാണ്. വഖീല, പറയപ്പെട്ടിട്ടുണ്ടില്ല, ഹുജ്ജത്തല്ല ലി ജവാസി അല്ലാ യഅലമ ബിഹി, നബി അതുകൊണ്ട് അറിയാതിരിക്കാനും സാധ്യതയുണ്ടല്ലോ, അങ്ങനെ വരാനോ. ആ അഭിപ്രായ പ്രകാരം എന്താവൂല, ഹുജ്ജത്തിന് പറ്റൂലല്ലോ. അപ്പൊ കാരനാസു, അപ്പൊ ജനങ്ങള് യഫ്അലൂന, അവർ പ്രവർത്തിക്കുന്നവരായി. അതുപോലെ തന്നെ ചെറിയ വസ്തുക്കളൊക്കെ മോഷ്ടിച്ചാൽ അതിലൊന്നും അവർ കൈ മുറിക്കുകയും ഇല്ലാതെ ആവുമായിരുന്നു. ഇങ്ങനെ ഒരു സംഗതി ഇത് പറഞ്ഞാലും സ്വീകാര്യമാണ്. കാലത്തുഹു, ഇത് പറഞ്ഞിരിക്കുന്ന ആരായത്? താഫി എന്ന് പറയുന്നത്, താഫിന്റെ അർത്ഥം കരീൽ എന്നാണ്, പേടിക്കേണ്ട മുമ്പ് പറഞ്ഞതാണ് കരീൽ എന്ന് ചുരുങ്ങിയത് അർത്ഥം. ഈ പദപ്രയോഗം നടത്തിയത് ആയിഷത്തു, ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മയായ നബിയുടെ പ്രിയപത്നി ഇഷ്ടക്കനിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇന്ന് ഒരു ദാലിക്ക, ഇതൊക്കെ ലാഹിറാണല്ലോ. ഫി ജമീഇൻ നാസി, ജനങ്ങൾ മൊത്തത്തിൽ ദാഹിറല്ലേ. അല്ലതി, അങ്ങനത്തെ ജമീഅ ഹുവ ഇജ്മാ, അതൊക്കെ ജിമാഅാണ്, ഇജ്മാ ആണ്. അപ്പോ ഇജ്മാ ആയി സ്ഥിരപ്പെട്ടു വന്ന കാരണകതയെ വെളിവായതാണ് അർത്ഥം. വഖീല, അവിടെ കീലയുണ്ട്. എന്താ കീല പറയുന്നത്? അവിടെ ഒരു കീലയുണ്ട് പറയാൻ. എന്താണ്? കിസറിനെതിരുള്ള കീലയാവും, നോക്കട്ടെ. ഇല്ല, പറ്റൂലട്ടോ. കാരണം ജവാസി ഇറാദത്തി നാസ്, ജനങ്ങളുടെ ഉദ്ദേശം ജായിസാണല്ലോ. മഖ്സൂസീന, പ്രത്യേകമാക്കപ്പെട്ട ജനങ്ങൾ, അത്തരം ജനങ്ങളുടെ ഇറാദത്ത് ജായിസായതുകൊണ്ട് അതാണ് പറ്റൂല എന്ന് പറയും. പിന്നെ സുവറ, പിന്നെ മുമ്പ് പറഞ്ഞ രൂപങ്ങളൊക്കെ അത്തവ് ചെയ്തു മുസന്നിഫ്. ഫിൽ ഫായി, ഫാ കൊണ്ട് അത്തവ് ചെയ്തിട്ടാ പറഞ്ഞത്. അതാ കാരണം ഇഷാറത്തി, സൂചന നൽകാൻ വേണ്ടി എന്റെ ഇലാന്റെ കൊല്ല സൂറത്തിൻ ദൂരമാ കമലഹ ഫിറുത്തുബത്തി, ആദ്യം പറഞ്ഞത് നേരെ താഴെ പിന്നെ സ്റ്റാൻഡേർഡിലാണ്, രണ്ടാമത് പറഞ്ഞു, പിന്നെ പറഞ്ഞു, അങ്ങനെ അങ്ങനെ ഇങ്ങനെ രൂപങ്ങളെ എല്ലാവരും താഴ്ന്ന പടിയിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നൊരു സൂചന പദമാണ് ഫാൽ. അതുകൊണ്ട് ഫാ കൊണ്ട് അത്തഫ് ചെയ്തു. ഒമിന്ദാലിക്ക, ആ ഫാ കൊണ്ട് അത്തഫ് ചെയ്ത രൂപങ്ങളിൽ നിന്ന് യുസ്തഫാദു ഇക്കാദുൽ ഖിലാഫില്ലദി ഫിൽ-ഊല, ഒന്നാമത്തേതായ ആദ്യത്തിൽ ഉള്ളതായ ഖിലാഫുണ്ട്. ആ ഖിലാഫിനെ വ്യാഖ്യാനിച്ചിട്ട്
മനസ്സിലാക്കിയെടുക്കാൻ ഇതിന് പറ്റും. ഫീ ഗൈരിഹ, ആ ഫീ ഗൈരിഹ അവയല്ലാത്തതിൽ വഖദ് തഖദ്ദമ ബയാനുഹ, അതിന്റെ വ്യാഖ്യാനം മുമ്പ് കഴിഞ്ഞു പോയിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ. ഈ വൈരിക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ രൂപങ്ങളുണ്ടല്ലോ, അതിന്റെ ശേഷം രൂപങ്ങള്, അത്തരം രൂപങ്ങളിൽ എന്താണ് രൂപങ്ങൾ അല്ലാത്തതിൽ ആദ്യം പറഞ്ഞതിലുള്ള ഖിലാഫിനെ കാര്യത്തിലുണ്ട് എന്നർത്ഥം. ഇനി ഖാത്തിബത്തുൻ, ഇത് അവസാനമാണ്. മുസ്തനദ് ഗൈരി സഹാബി, സഹാബി അല്ലാത്തവരുടെ മുസ്തനദ് ചാനം കൊള്ളുന്നത് ഫി റിവായത്തി റിപ്പോർട്ടിൽ ഖിറാഅത്തു ശൈഖി അലൈഹി, ഒരു ഉസ്താദ് ഒരു കാര്യമായ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ മേൽ ഓതിക്കൊടുക്കുക. ഇംലാഅൻ വ തഹദീസൻ, ഇംലാഅൻ എന്ന് പറയുമ്പോ നല്ല ഇട്ടിട്ട് മനസ്സിലാക്കി നിറച്ചു കൊടുക്കുക. വ തഹദീസൻ വർത്തമാനം പറഞ്ഞിട്ട് മിൻ ഗൈരി ഇംലാ ഇല്ല. പിന്നത്തെ മുസ്തനദ് ഖിറാഅത്തുഹു അലൈഹി, ഷെയ്ഖിന്റെ മേൽ ഈ സ്വഹാബി ഓതി കൊടുത്തതാണ്. ഫസമാഹു, അങ്ങനെ ഷെയ്ഖ് കേൾക്കുക. ബി ഖിറാഅത്തി ഗൈരി, മറ്റൊരാളുടെ ഓത്ത് കേൾക്കാതിരിക്കുക. അല്ല ഷെയ്ഖ്, ഈ ഷെയ്ഖിന് മേലിൽ നിർബന്ധമാണ്. അപ്പൊ ഈ സമാഹ് കേൾക്കുക, മറ്റൊരാള് ഒരു ഷെയ്ഖിന്റെ മേൽ ഓതി കൊടുത്തു, ആ ഓതി കൊടുക്കുന്നത് ഇയാൾ കേട്ടു, ഇതൊരു മുസ്തനദാണ്. ഫൽ മുനാവലത്തു ബാൽ ഇജാസത്തി, പിന്നെ സമ്മതത്തോടു കൂടിയുള്ള മുനാവല പെരുമാറല്. അതെങ്ങനെയൊക്കെ ഷെയ്ഖു, ഇയാൾക്ക് ഷെയ്ഖ് കൊടുക്കുക. അസ്ല സമാഹി, ഇയാൾ കേട്ടത്തിന്റെ അടിസ്ഥാനമായത് കൊടുക്കുക. ഔ ഫർഅ മുഖാബിലൻ ബിഹി, അല്ലെങ്കിൽ ഈ അസ്ലിനോട് നേരിടുന്ന വിധത്തിലുള്ള സാഗയാണെങ്കിൽ അത്. ഇങ്ങനെയുള്ളതായ കാര്യമൊക്കെ പറയുക, തടുക്കുക. ഇങ്ങനെ തടുത്തുകൊണ്ട് ഇജാസത്തോടുകൂടെ പെരുമാറുക. ഷെയ്ഖ്, ഷെയ്ഖ് തട്ടിക്കൊടുക്കുക ഈ റാവിക്ക്, ഈ പറഞ്ഞ സമാനൊക്കെ. വയഖൂലു ലഹു, എന്നിട്ട് ഷെയ്ഖ് അദ്ദേഹത്തോട് പറയുക, അജസ്തു ലക്ക് റിവായത്തുഹു അന്നി, എന്റെ തൊട്ട് ഇതൊക്കെ നിനക്ക് റിപ്പോർട്ട് ചെയ്യാൻ കേട്ടോ, ഞാൻ സമ്മതം കൊടുത്തു, ഞാൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാ. ഇതാണ് ഒന്നാമത്തെ ഒരു രൂപം. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ഫൽ ഇജാസത്തു, ഇജാസത്ത് മിൻ ഗൈരി മുനാവലത്ത്, പെരുമാറാനൊന്നും പറഞ്ഞിട്ടില്ല, ഇജാസത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഖാസിൻ ബി ഖാസിൻ, ഖാസായ കാര്യത്തിൽ ഖാസിനുള്ളതാണ്. ഉദാഹരണം പറയട്ടെ, നഹു അജസ്തു ലക്ക, നിനക്ക് ഞാൻ അനുമതി തന്നു. റിവായത്തിൽ ബുഖാരി എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട്, ഇതാർക്കാ സംഭവം തന്നു കേട്ടോ. ഇവിടെ ഖാസിനോടായി. ഇനിയിപ്പോ ഖാസും ബി ആമിൽ, ആമിലായിട്ട് ഒരു ഖാസ് സമ്മതേ. അജസ്തു ലക്ക, അത് നിനക്ക് ഞാൻ സംഭവം തന്നു. ആ റിവായത്ത ജമീഇ മസ്മൂആത്തി, എന്തൊക്കെയാണോ എന്റെ തൊട്ട് കേട്ടതിൽ അത് മുഴുവൻ റിപ്പോർട്ട് ചെയ്യാൻ നിനക്ക് സംഭവം തന്നതാണ്. ഇവിടെ ഖാസാണ് ലക്കയെങ്കിലും മറ്റൊരു ആമുമാണ്. അപ്പൊ ആമിനുള്ള ഖാസായി. ഇനിയിപ്പോ ആമും ബി ഖാസ് തിരിച്ചു വരാം. ഖാസിനുള്ള ആം, അതെങ്ങനെയാണ്? അജസ്തു, ഞാൻ സമ്മതം തന്നു. ലിമൻ, ഒരുത്തന്, അതുറക്കരി, അവൻ എന്നെ എത്തിച്ചു. റിവായത്ത മുസ്ലിം നബി അള്ളാഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ സമ്മതം കൊടുത്തു. ഇവിടെ ആമാണ്, എന്നെ എത്തിച്ചവർക്കെല്ലാം സമ്മതം കൊടുത്തു ഖാസായ കാര്യത്തിൽ. അത് മുസ്ലിം നബി അള്ളാഹുവിന്റെ ഹദീസാണ് ഖാസ്. ഇങ്ങനെ വരാം. ഇപ്പൊ ആമും ബി ആമിൻ, ആമിൽ വരാം. അജസ്തു, ഞാൻ സമ്മതം കൊടുത്തു. ലിമൻ, ആശ്വർ, എന്റെ കാലക്കാർക്ക് മുഴുവൻ. റിവാത്ത ജമീഇ മർവിയാത്തി, ഞാൻ റിപ്പോർട്ട് ചെയ്യപ്പെടും ഏതെല്ലാം ഉണ്ട് അതൊക്കെ. ഇപ്പോൾ എന്തായി? ആമിൽ ആമ, ഇങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ മുസ്തനദാണ്. ഫലിഫിഇലാനി വമൻ യൂജദു മിൻ നസ്രിഹി, അപ്പോ ഫലി ഫുലാനി, പിന്നെ ഫലി ഫുലാനുണ്ട്. വമൻ യൂജദു മിൻ നസ്രിഹി തബഅൻ ലഹു, ഫുലാനോട് തുടർന്ന് അദ്ദേഹത്തിന്റെ സന്താനപരം എത്തിക്കപ്പെടുന്നവർക്കും ഉണ്ട് എന്ന് പറയാം. അതും ഒരു തെളിവായിട്ട് ധരിക്കാം. ഫൽ മുനാവലത്തു മിൻ ഗൈരി ഇജാസത്തിൻ, പിന്നുള്ളത് സമ്മതമൊന്നുമില്ല, പിന്നെ മുനാവലത്ത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഒരു ഷെയ്ഖിനെ തൊട്ടുള്ള റിപ്പോർട്ടിൽ ഖാസിന് പ്രത്യേകമായൊരു കാര്യത്തിലായിരിക്കും അങ്ങനെ വരാം. പിന്നെ ഫൽ മുനാവലത്തുവിന് ഒരു ഇജാസത്ത് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്ക് ഞാൻ കിതാബ് തന്നു, മുഖ്തസറൻ അലാ ഖൗലി ഹാദാ സമായി, ഇത് ഞാൻ കേട്ടതാണ്, ഈ കിതാബ് തജ് കുടിച്ചോ, അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഹദീസ് ഞാൻ കേട്ട ഇതാണെന്ന് പറയും. അല്ലാതെ ഓരോട് പറയാൻ നിൽക്കരുത്, ഇതൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യും, നിനക്ക് ഞാൻ സമ്മതം തന്നിട്ടില്ല റിപ്പോർട്ട് ചെയ്യാൻ ഒന്നൊന്നും പറയാൻ നിൽക്കണ്ട എന്നർത്ഥം.
ഈ രൂപത്തിലൂടെയാണ് വരുന്നത്. മുനാവലത്തൊക്കെ പറഞ്ഞത്, ഇജാസത്തില്ലാത്ത മുനാവലത്ത്, ഇജാസത്തോട് കൂടിയുള്ള മുനാവലത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഇലാമാണ് എന്തായി ഹാദൽ കിതാബ് മസ്മൂആത്തി അലാ ഫുലാൻ, എന്റെ ഈ കിതാബ് ഉണ്ടല്ലോ അത് ഇന്ന ആളെന്ന് ഞാൻ കേട്ടതാട്ടോ എന്നൊരു അറിയിച്ചു കൊടുക്കൽ, അത് മറ്റും. ഫൽ വസീയത്തു, പിന്നെ വസീയത്ത് ബി കിതാബിൻ ഇലാ ഗൈരിഹി, ഒരു കിതാബ് കൊണ്ട് മറ്റൊരാളിലേക്ക് ഇയാൾ വസീയത്ത് ചെയ്യുക. ഇന്ദ സഫരിഹി ഔ മൗതിഹി, മരണമാസന്നമായ സമയത്തോ അല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്തോ കൊടുക്കുക. പിന്നെ ഉള്ളത് ഫൽ വിജാദത്തു, പിന്നെ വിജാദത്താണ്. വിജാദത്ത് എന്ന് പറഞ്ഞാൽ യജിദ കിതാബ്, ഒരു കിതാബ് അദ്ദേഹം എത്തിച്ചു. ഹദീസൻ, അല്ലെങ്കിൽ ഒരു ഹദീസിനെ കിട്ടി. ബി ഖത്തി ഷെയ്ഖ് മഅറൂഫ്, അറിയപ്പെട്ടതായ ഒരു ഷെയ്ഖിന്റെ എഴുത്ത് ഇങ്ങനെയാണ്, ഈ രൂപത്തിലുള്ള ഹദീസും കിതാബും കിട്ടി, ഇങ്ങനെ കൊടുക്കുക, ഇത് കാണിച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്യാലോ. അതാ പറയാ, ഇതാ ഞാൻ എത്തിച്ചു അല്ലെങ്കിൽ ഞാൻ വായിച്ചു, ഇന്നാന്റെ എത്ത് പ്രകാരം ഇന്നാന്റെ കിതാബ്, ഇതൊക്കെ പറയാം. ഇങ്ങനെയൊക്കെയുള്ളതായ പരിപാടികളാണ് അതൊക്കെ. ഇനി ഇവിടെ നമുക്ക് മനസ്സിലായതൊക്കെ എന്താണ്, മുസ്തനദിനെ കുറിച്ച് പറഞ്ഞതാ. എങ്കിൽ ഇവിടെ ഇബ്രാഹിം അൽ ഹറബിയു അബു ഷെയ്ഖ് ഇസ്ഫഹാനിയു ഖാദി ഹുസൈൻ മാവർദിയു അൽ ഇജാദത്ത ഈ അഖ്സാമിക സാബിഖ, മുമ്പ് പറഞ്ഞ അതിന്റെ എല്ലാ ഓഹരികളും ഉണ്ട് ഇജാദത്തിന്റെ. അത്തരം ഇജാദത്തിന്റെ ഓഹരികളെ ചെയ്തുകൊണ്ട് ഇജാദത്ത് തടഞ്ഞു പറ്റൂല. കൗമൻ, ഒരു വിഭാഗം തടഞ്ഞു, അല്ല ആമത്ത മിൻഹ, അതിൽ നിന്ന് ആമായതിനെ തടഞ്ഞു, നൂറ ഖാസിനെ തടഞ്ഞിട്ടില്ല. ഖാദി അബു ത്വയ്യിബ്, അബു ത്വയ്യിബ് എന്നവർ തടഞ്ഞു ഇജാസത്തമൻ, ഒരുത്തന് സമ്മതം കൊടുക്കല്. യൂജദു, അയാളെ എത്തിക്കപ്പെടുന്നത് മിൻ നസ്രി സെയ്ദ്, സെയ്ദിന്റെ സന്താന പരമ്പരയിൽ കൂടെയാണ് എത്തിക്കപ്പെടുന്നത് എന്നർത്ഥം. വഹുവ സഹീഹു, ഈ പറഞ്ഞ സഹീഹുമാണ്. ഇജ്മാ ആണെങ്കിലോ അലാമൻ ഇജാസത്തി മൻ യൂജദ് മുത്ലഖൻ, പൊതുവെ എത്തിക്കപ്പെടുന്ന ഒരാൾ, അയാൾക്ക് സമ്മതമില്ലാത്ത രൂപത്തിൽ ഇജ്മാ. ഐമിൻ ഒരു തഖീദ്, നിബന്ധനയുമില്ല. ബിനസ്രി ഫുലാൻ, ഫുലാലിന് എന്താവുക, ആഭരണം വാങ്ങൽ കൊണ്ട്. ഇന്നാലിന്ന ആളിന്റെ നസ്രായി. മീൻ തഖീദ് ബിനസ്രി ഫുലാൻ, ഇന്നാലിന്ന ആളുടെ സന്താന പരമ്പര എന്ന് കൈത് കൊടുക്കാതെ മുത്തലൊക്കെ നിൽക്ക് പറയാം. പിന്നെ അത്തുബുൽ അഖ്സാമി ബിൽ ഫായി, ഫാ കൊണ്ട് ഇവിടെ കുറെ അത്തുബ് ചെയ്ത് പറഞ്ഞല്ലോ. എവിടുന്ന് ഖിറാഅത്തുഹു അലൈഹി മുതൽ അവിടെ നിന്നിട്ട് ഫാ കൊണ്ട് അത്തബ് ചെയ്തു. എന്തിനാണത് ആ ഫാ കൊണ്ട് ഇവിടെ അത്തബ് ചെയ്തത്? അത് ഇഷാറത്തിന്റെ ഒരു സൂചനയാണ്. ഇലാ അന്ന കുല്ല ഖസ്മിൻ, എല്ലാ ഓരോ ഖിസ്മും, എല്ലാ ഓരോ ഖസ്മല്ല ഖിസ്മ്, ഓഹരികളും ദൂരമായ റുതുബത്തി, അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒന്നിന്റെ താഴെയാണ് സ്ഥാനത്ത് എന്ന് മനസ്സിലാക്കുക. വമിതാലിക്ക്, അതിൽ നിന്ന് മായക്കാതിൽ ഖിലാഫി, ഇങ്ങനെ പറയുമ്പോ ഖിലാഫിനെ ഇക്കായത്ത് ചെയ്യലോടുകൂടെ അതിൽ നിന്ന് എന്ത് വിഷയത്തിൽ ഇജാസത്തിൽ ഖിലാഫിനെ ഇക്കായത്ത് ചെയ്തു. ആ ഖിലാഫിനെ ഇജാസത്തിൽ ഉദ്ധരിച്ചതോടൊപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ യുസ്തഫാദു ഇക്കായത്ത് ഖിലാഫിൻ ഫീമാ ബഅദഹ വ സഹീഹ്, ശേഷമുള്ളതിലുള്ള ഖിലാഫിന്റെ ഹിക്കായത്ത് എന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയും. ഇനി ഇൻഷാ അല്ലാഹ് ഓഹോ സഹി, ഇതാണ് സഹി അഭിപ്രായം. ഇനി നമുക്ക് അൽഫാദ് റിവായത്തിന്റെ ഏതെല്ലാം പദങ്ങളുണ്ട് നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. ഈ ക്ലാസ് നമ്മൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ വിടാനും പറയാനൊക്കെ തൗഫീഖ് അല്ലാഹു തആല നൽകിയ നിങ്ങൾക്ക് ദ്വാ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.